ഈതർ. എല്ലാവരും ശ്രദ്ധിക്കണേ. ഈതർ. ഈതറിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ CH3O C2H5 ഒക്കെ ആണ് പേരുണ്ടാവുക. ആൽക്കോക്സി ആൽക്കീൻ, ചെറുതോക്സി വലുത് എന്നൊക്കെ പറയുന്നത് മെത്തോക്സി ഈതൈൻ. ഇങ്ങനെയാണ് നമ്മൾ നെയിമിംഗ് കൊടുക്കാറുള്ളത്. ഓൾറെഡി പറഞ്ഞാണ്. ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് ഇമ്പോർട്ടന്റ്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മക്കളെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ നിന്ന് വെള്ളത്തിലേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഈ പറഞ്ഞ പോലെ ഇതർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ഒന്ന് പ്രിപ്പറേഷൻ ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, അപ്പം ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്ന ആൽക്കഹോൾ CH3 CH2 OH ഇത്രയാണ് എടുക്കുന്നു. ഇതിന് നമ്മൾ വെള്ളത്തിനെ കളയാൻ പോകും. രണ്ട് മെത്തഡിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. അതായത് ഒന്ന്, ഞാൻ സൾഫ്യൂരിക് ആസിഡ് കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് സൾഫ്യൂരിക് ആസിഡ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 443 കെൽവിൻ ആണ്. ഈ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിനെ കൊടുക്കുന്നു. അതിന് കൂടെ ഞാൻ കൊടുക്കുന്ന ടെമ്പറേച്ചർ 413 കെൽവിൻ ആണ്. ഈ രണ്ട് ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മാറുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാറും. ശ്രദ്ധിക്കാം, ആൽക്കഹോൾ എടുത്തു. ആൽക്കഹോൾ ആൻഡ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് സൾഫ്യൂരിക് ആസിഡ് ട്രീറ്റ് ചെയ്യുന്നു. ടെമ്പറേച്ചർ 443 കെൽവിൻ ആണെങ്കിൽ ഇത് 413 കെൽവിൻ ആണ്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ 443 കെൽവിൻ ആണ് എങ്കിൽ മക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയും? ആൽക്കീനാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇത് ആൽഫ, ഇത് ബീറ്റ എന്തെയും ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. അതായത് ബീറ്റ എലിമിനേഷൻ നടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വാട്ടർ പുറത്തോട്ട് പോകും. അങ്ങനെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും മക്കളെ? CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന ആൽക്കീനാ കിട്ടുക. ഇനി ഇതല്ല, ഇതിന് പകരം നമ്മൾ 413 കെൽവിൻ ആണെങ്കിൽ ഇതൊന്നുമല്ല മെക്കാനിസം എൻ്റർലി ഡിഫറെന്റ് ആണ്. മെക്കാനിസം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അറിയണം നിർബന്ധമൊന്നുമില്ല, ബട്ട് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. CH3 CH2OH എന്ന് പറയുന്ന ഒരു എത്തനോൾ ഉണ്ട്. അതേപോലെ രണ്ട് മോളിക്കൂൾ എടുക്കുക. അതായത് അടുത്ത CH3 CH2OH എടുക്കുക. ഇതിനെന്ത് ചെയ്യുക? നിങ്ങൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? വാട്ടർ പുറത്തോട്ട്. ബാക്കിയുള്ള ആൾ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരൊക്കെ ഉണ്ടാവും മക്കളെ? CH3 CH2O CH2 CH3. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതെന്താ മക്കളത്? ഇത് ഇതറല്ലേ? ഇതാണ് ഇതർ. ഓക്കെ അല്ലേ? അപ്പൊ ഇതർ കിട്ടുന്നത്. അപ്പൊ എങ്ങനെ ഇതർ കിട്ടുന്നത്? ആൽക്കഹോളിനെ നിങ്ങൾ 413 കെൽവിൻ എന്ത് ചെയ്യാണ്? ഡീഹൈഡ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മക്കളെ? ഇതർ കിട്ടും. ഇനി അതല്ല, നിങ്ങൾ 443 കെൽവിൻ ആണ് നിങ്ങൾക്ക് എന്താ കിട്ടുക? ഇതർ കിട്ടില്ല, പകരം ആൽക്കീനാ കിട്ടുക. ദിസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ഓപ്ഷന്റെ അകത്ത് ആൽക്കീൻ ഉണ്ടാവും, ഇതർ ഉണ്ടാവും, മറ്റു പല ഓപ്ഷൻസും ഉണ്ടാവും. അപ്പൊ ടെമ്പറേച്ചർ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്താൽ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, ഫൈൻ. ഒരു ടെൻഷനും വേണം, നമുക്ക് സെറ്റ് ആക്കാം. നമ്മൾ ചോദ്യം കൂടി ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആവും. എല്ലാ കോൺസെപ്റ്റും കൃത്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തത് നോക്കണേ മക്കളെ, എല്ലാവരും നോക്കണേ. യെസ്. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് നെയിം റിയാക്ഷൻ ആണ്. നിങ്ങൾ ഒരു ഇക്വേഷൻ ബുക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ അകത്ത് നിർബന്ധമായും ഉൾക്കൊള്ളിക്കേണ്ട ഒരു സാധനമാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പ്രൈമർ ടൈമിനും കോപ്സ് ഒക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. നോട്ട് ചെയ്യാം. ഏതാണ് റിയാക്ഷന്റെ പേര്? രണ്ടാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്. വില്ലിയാംസൺ സിന്തസിസ്. ഓക്കെ, വില്ലിയാംസ് സിന്തസിസ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അങ്ങനെയും ചോദ്യം വരാം. അതായത് വില്ലിയാംസ് സിന്തസിസ് എന്ത് റിയാക്ഷൻ ആണ്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പം അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ SN റിയാക്ഷൻ ആണ്. SN എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. റെഡി? പിന്നെ അടുത്തത് ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാൻ ഇതിന് ഹൈലൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാർ മാർക്ക് കൊടുക്കുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായും പഠിക്കണം. സോ ഈ റിയാക്ഷൻ എങ്ങനെ നടക്കാൻ പോകുന്നത്? എന്താണ് ഇതിന്റെ പ്രത്യേകത? ആരൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അതായത് മക്കളെ, നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. ഈ ആൽക്കൈൽ ഹാലൈഡ് എന്ത് ചെയ്യാണ്? സോഡിയം ആൽക്കോക്സൈഡ് റിയാക്ട് ചെയ്യാണ്. ആരാണ്? സോഡിയം ആൽക്കോക്സൈഡ്. ആരാണ് സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞാൽ? RONA ആണ് സോഡിയം ആൽക്കോക്സൈഡ്. അപ്പൊ ഞാനൊരു ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. മക്കളെ ശ്രദ്ധിക്കണേ. അതിന് ആരുമായി ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു? സോഡിയം ആൽക്കോക്സൈഡുമായി ട്രീറ്റ് ചെയ്യിക്കുന്നു. സോഡിയം ആൽക്കോക്സൈഡ്. അപ്പൊ എനിക്ക് എന്താ ഉണ്ടാവും മക്കളെ? എനിക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ഇതർ ഉണ്ടാകും. പിന്നെ ആരുണ്ടാവും? സോഡിയം ഹാലൈഡും ഉണ്ടാവും. പറയാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ റിയാക്ഷൻ നടക്കുന്ന മെക്കാനിസം എന്താണ് അത് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ മെക്കാനിസം ആണ്. ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ, ഇവിടെ സോഡിയം ആൽക്കോക്സൈഡ് എങ്ങനെ ബ്രേക്ക് ചെയ്യാം? RO- Na+ ആയിട്ട് ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ. അതേപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് എല്ലാവർക്കും പറയാം R+ X- ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇയാളോടെ ബ്രേക്ക് ചെയ്യും. അപ്പൊ Na+ X- എന്ത് മാറും? NaX പുറത്തോട്ട് പോകും. ഓക്കെ, ഒരു കുഴപ്പമില്ല. NaOX പുറത്തോട്ട്, സോഡിയം ഹാലൈഡ് പുറത്തോട്ട് പോയി. ബാക്കിയുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പ് അതേപോലെ ഈ RO- കൂടി ചേർന്ന് മാറും RORI മാറും. അതായത് ഇതറായി മാറും. അത്രേ ഉള്ളൂ കാര്യം. ഈ മെക്കാനിസം ഏത് മെക്കാനിസമാണ്? മെയിൻ മെക്കാനിസം എന്ന് പറയുന്നത് SN2 മെക്കാനിസം ആണ്. ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. SN2 മെക്കാനിസം ആണ്. ഏത് മെക്കാനിസം ആണ്? SN2 മെക്കാനിസം. നിങ്ങൾ പറഞ്ഞ ഹാലോ ആൽക്കേസ് പഠിച്ചിട്ടുണ്ടാവും. SN2 മെക്കാനിസം ആണെങ്കിൽ അവിടെ
നിങ്ങൾക്കറിയാം അതിന്റെ ഓർഡർ പ്രൈമറി ആൽക്കിൽ ഹാലൈഡിന്റെ ഓർഡർ എങ്ങനെയാണ്? പ്രൈമറി എഴുതാൻ, സെക്കൻഡറി എഴുതാൻ, ടെർഷറി. സ്റ്റെബിലിറ്റി ഓർഡർ എന്താണ്? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അല്ലേടാ? യെസ്. അപ്പം ടെർഷറി ആൽക്കിൽ ഹാലൈഡ് എക്സിസ്റ്റ് ചെയ്യോ? അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ റിയാക്റ്റീവ് സ്റ്റെബിലിറ്റിയിൽ റിയാക്റ്റീവിന്റെ ഓർഡർ, റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ആൽക്കിൽ ഹാലൈഡ് റിയാക്ടിവിറ്റി ഓർഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ് പഠിച്ചിട്ടുണ്ട്. ആൽക്കിൽ ഹാലൈഡ് റിയാക്ടിവിറ്റി ഓർഡർ SN2 റിയാക്ഷൻ ആണ്, SN2 മെക്കാനിസം ആണെങ്കിൽ പ്രൈമറി ഗേറ്റും സെക്കൻഡറി ഗേറ്റും ടെർഷറി. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ടെർഷറി ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് ചെയ്യോ മക്കളെ? നോട്ട് റിയാക്ട്. ഒരിക്കലും റിയാക്ട് ചെയ്യില്ല. കാരണം അതിന്റെ റിയാക്ടിവിറ്റി വളരെ കുറവാണ്. എന്തെന്നില്ല, റിയാക്ടിവിറ്റി ഇല്ല. കാരണം ബിക്കോസ് SN2 മെക്കാനിസം ആണ് നടക്കുന്നത്. SN2 മെക്കാനിസം ആണ് പ്രൈമറി ആൽക്കിൽ ഹാലൈഡ് ആണ് കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്. ദാൻ സെക്കൻഡറി, ദാൻ ടെർഷറി. റെഡി അല്ലേ? സ്റ്റെബിലിറ്റിയിലെ റിയാക്ടിവിറ്റി കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടെർഷറിക്ക് എന്തില്ല? ടെർഷറി ആൽക്കിൽ ഹാലൈഡ് ഒട്ടേ മക്കൾ, ടെർഷറി ആൽക്കിൽ ഹാലൈഡ് നോട്ട് റിയാക്ട് ഷോർട്ട് ആക്കിയത് നോട്ട് റിയാക്ട് ഓൺലി ആര് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ? പ്രൈമറി ആൻഡ് സെക്കൻഡറി ആൽക്കിൽ ഹാലൈഡ് റിയാക്ട്. ഓക്കെ, അവർ മാത്രം എന്തെങ്കിലും റിയാക്ട് ചെയ്യുള്ളൂ. അപ്പം ടെർഷറി ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് ചെയ്യത്തില്ല. ആര് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ? പ്രൈമറി, സെക്കൻഡറി ആൽക്കിൽ ഹാലൈഡ് മാത്രം റിയാക്ട് ചെയ്യും. ബിക്കോസ് SN2 മെക്കാനിസം ആയതുകൊണ്ട് റിയാക്ടിവിറ്റി ഓർഡർ പ്രൈമറി കേരുതാൻ, സെക്കൻഡറി കേരുതാൻ, ടെർഷറി ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വെരി ഇമ്പോർട്ടന്റ്. നോട്ട് ചെയ്യണം മക്കള്. മെക്കാനിസം ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. അപ്പം എന്താണ് ഇവിടെ നടന്ന കഥ? എന്താണ് സംഭവിച്ചത്? ഇപ്പം ആൽക്കിൽ ഹാലൈഡ് അത് പ്രൈമറി ആവും, സെക്കൻഡറി, ടെർഷറി ആവും. ഈ പ്രൈമറി ആൽക്കിൽ ഹാലൈഡ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് സെക്കൻഡറി ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുന്നെങ്കിൽ സോഡിയം ആൽക്കോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് എനിക്ക് ഈതറുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ടെർഷറി ആൽക്കിൽ ഹാലൈഡ് ആണ് എടുക്കുന്നത് വിചാരിക്കും. അപ്പൊ എനിക്ക് ഈ സോഡിയം ആൽക്കോക്സൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറസ്പോണ്ടിങ് ആയി ഇതർ കിട്ടുമോ? കിട്ടത്തില്ല. ബിക്കോസ് എന്താ? ബിക്കോസ് ഇവിടെ SN2 മെക്കാനിസം ആണ്. ടെർഷറി ആൽക്കിൽ ഹാലൈഡ് എന്തില്ല റിയാക്ട് ചെയ്യൂല. അതുകൊണ്ട് ആ റിയാക്ഷൻ നടക്കത്തില്ല. അപ്പൊ എനിക്കൊരു ആഗ്രഹം, എന്റെ ഒരു ആഗ്രഹമാണ് എന്ത്? എന്റെ ആഗ്രഹമാണ്, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ടെർഷറി കാർബണാറ്റമുള്ള ഈതർ ഉണ്ടാക്കണം. എന്റെ ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹം. ഓക്കെ, അപ്പൊ എന്റെ ആഗ്രഹം, എന്റെ ഡ്രീം എന്താണ്? ആഗ്രഹം എന്താണ്? എന്റെ ആഗ്രഹമാണ് എന്ത്? എന്താഗ്രഹം? ടെർഷറി കാർബണാറ്റമുള്ള എന്തുണ്ടാക്കണം? ഈതർ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു, ഈതർ ഉണ്ടാക്കാൻ എന്ന വഴി? ഈതർ ഉണ്ടാക്കണമെങ്കിൽ ആൽക്കിൽ ഹാലൈഡും വേണം, അതേപോലെ തന്നെ ആര് വേണം? സോഡിയം ആൽക്കോക്സൈഡും വേണം, അല്ലെ? അത് നിങ്ങൾക്ക് അറിയാം. ആൽക്കിൽ ഹാലൈഡ് ടെർഷറി എടുത്തു കഴിഞ്ഞാൽ ആൽക്കിൽ ഹാലൈഡ് ഞാൻ റിയാക്ട് ചെയ്യിപ്പിക്കും. ആൽക്കിൽ ഹാലൈഡും അതേപോലെ തന്നെ സോഡിയം ആൽക്കോക്സൈഡും റിയാക്ട് ചെയ്യിപ്പിയെന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പം എനിക്കിപ്പം എന്തുണ്ടാവണം? ടെർഷറി ആയിട്ടുള്ള എന്തുണ്ടാവണം? ഈതർ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഞാൻ ഇയാൾ ടെർഷറി എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുമോ? റിയാക്ഷൻ നടക്കൂല. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇയാൾ ടെർഷറി എടുക്കേണ്ട പകരം ഇയാൾ ടെർഷറി എടുത്താൽ മതി. സോഡിയം ആൽക്കോക്സൈഡ് ടെർഷറി എടുത്താൽ മതി. ആ ടെർഷറി കാർബണാറ്റമുള്ള സോഡിയം ആൽക്കോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെർഷറി ആയിട്ടുള്ള ഈതർ കിട്ടും. ആ റിയാക്ഷൻ പോസിബിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആൽക്കിൽ ഹാലൈഡ് ടെർഷറി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? റിയാക്ഷൻ നടക്കത്തില്ല. ബിക്കോസ് SN2 മെക്കാനിസം ടെർഷറി റിയാക്ടിവിറ്റി ഈസ് വെരി ലെസ്. റിയാക്ടിവിറ്റി തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ് വെച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ടെർഷറി ഈതർ കിട്ടണമെങ്കിൽ, ഇമ്പോർട്ടന്റ് ആണ്, കോൺസെപ്റ്റ് ആണ്. ടെർഷറി ഈതർ കിട്ടണമെങ്കിൽ, ടെർഷറി കാർബണാറ്റമുള്ള ഈതർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണം? ടേക്ക് ടെർഷറി കാർബൺ ഓഫ് സോഡിയം ആൽക്കോക്സൈഡ്. സോഡിയം ആൽക്കോക്സൈഡ് ടെർഷറി കാർബണിലാണ് എടുക്കാം. എക്സാമ്പിൾ കാണിച്ചു തരാം. CH3 ONA ടെർഷറി കാർബണാറ്റമുള്ള എന്താണ്? സോഡിയം ആൽക്കോക്സൈഡ് ആണ്. ഈ കാണുന്ന ചെങ്ങായിയാണെന്ത്? ടെർഷറി കാർബൺ. കാണുന്നില്ല? നിങ്ങൾ കാണുന്നില്ല? ഇയാളാണ് ടെർഷറി കാർബൺ. ഇയാളെന്താ? ടെർഷറി കാർബണാറ്റമാണ്. 3 ആൾക്കാർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റെഡി? ടെർഷറി കാർബണാറ്റമുള്ള സോഡിയം ആൽക്കോക്സൈഡ് ആണ്. ഈ ചെങ്ങായി നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം? ആരുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാം? യെസ്, ഹൈഡ്രജൻ ആൽക്കിൽ ഹാലൈഡ്. അത് റിയാക്ട് പെട്ടെന്ന് റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള ആൽക്കിൽ ഹാലൈഡ് എടുത്താൽ മതി. ആ പ്രൈമറി ആയിട്ടുള്ള ആൽക്കിൽ ഹാലൈഡ് എടുത്തു, CH3Br എടുത്തു. അപ്പൊ എന്തായിരുന്നു റിയാക്ഷൻ? ഇപ്പൊ എന്താ റിയാക്ഷൻ നടക്കുക നോക്കിയേ? ഇവിടെ CH3Br റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സംഭവിക്കും സിമ്പിൾ അല്ലേടാ? നോക്കിക്കേ, ഇവിടെ BR അല്ലേടാ? ഇവിടെ BR അല്ലേ? ഇവിടെ BR-ഉം ഈ NA കൂടി ചേർന്ന് എന്തായി മാറും മക്കളെ? NaBr ആയിട്ട് പുറത്തോട്ട് പോകും. NaBr പുറത്തോട്ട് പോകും. ബാക്കിയുള്ള CH3 എന്ത് ചെയ്യും? നേരെ ഇവിടെ അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്താ ആൻസർ ഉണ്ടാവുക? CH3 CH3 കണ്ടോ? ഈ ഈതർ കിട്ടും. അപ്പൊ ടെർഷറി കാർബണാറ്റമുള്ള ഈതർ എനിക്ക് കിട്ടിയില്ലേ? അപ്പം അങ്ങനെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടെർഷറി ആൽക്കിൽ ഹാലൈഡ് എടുക്കരുത്, പകരം ടെർഷറി കാർബണാറ്റമുള്ള സോഡിയം ആൽക്കോക്സൈഡാണ് എടുക്കാൻ. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചത് നിങ്ങൾക്ക് മറ്റൊരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എടുക്കുന്നു. CH3
CH3 CH3 Br ടെർഷറി ആൽക്കിൽ ഹാലൈഡ് ആണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ഇവനെ റിയാക്ട് ചെയ്യിപ്പിക്കണം ആരുമായിട്ട്, ഒരു സോഡിയം ആൽക്കോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ കിട്ടിയ പ്രൊഡക്റ്റ്? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും ഇതർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ബിക്കോസ് SN2 മെക്കാനിസം ആണ് ഇതർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. SN2 ആണ്. SN2 മെക്കാനിസം വഴി നമുക്ക് പ്രൈമറി ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് ചെയ്യൂല, നമുക്ക് അറിയാലോ, അറിയാം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യില്ല, ഇതർ കിട്ടൂല. ബിക്കോസ് എന്താണ്, പ്രൈമറി അല്ല ടെർഷറി ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് ചെയ്യില്ല. ടെർഷറി ആൽക്കിൽ ഹാലൈഡ് ആണ്, യെസ് ടെർഷറി ആൽക്കിൽ ഹാലൈഡ് ആണ്. അപ്പം എന്താണ് പ്രൊഡക്റ്റ് ഉണ്ടാവുക? മെക്കാനിസം വേറെയാ, വേറെ മെക്കാനിസം. ഇവിടെ നടക്കാൻ പോകുന്ന മക്കളെ, ഇവിടെ ബീറ്റ എലിമിനേഷൻ നടക്കും. എന്താണ് ബീറ്റ എലിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, ആൻസർ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്: CH3 C ഡബിൾ ബോണ്ട് CH2 CH3. ആ, എന്റെ സാറിന് മനസ്സിലായോ? ബീറ്റ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ബീറ്റ എലിമിനേഷൻ ഓഫ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. അതായത് മക്കളെ സംഭവം സിമ്പിൾ ആണ്, പേര് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. അതായത് ഇത് ആൽഫയാണല്ലോ, ഇത് രണ്ടും ബീറ്റയാണല്ലോ. ഈ ബീറ്റയിലുള്ള ഹൈഡ്രജനും ഈ ഹാലജനും കൂടി ചേർന്ന് HBr അങ്ങ് പുറത്തോട്ട് പോകും. അതായത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും, HBr അങ്ങ് പുറത്തോട്ട് പോകും, -HBr. ബാക്കിയുള്ള എന്ത് ചെയ്യും, കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആൽക്കീൻ കിട്ടും. ആൽക്കീൻ കിട്ടും. സിമ്പിൾ അല്ലേ? ഇത് ബീറ്റ എലിമിനേഷൻ ആണ്. ബീറ്റ എലിമിനേഷൻ ആണ് എന്ത്, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്നത് ടെർഷറി ആൽക്കിൽ ഹാലൈഡ് ആണെങ്കിൽ, നമുക്ക് എന്താ കിട്ടുക മക്കളെ? ആൽക്കീന കിട്ടുക. എന്താ കിട്ടുക? ആൽക്കീന കിട്ടുക. അല്ലാണ്ട് എന്തല്ല ഇതറല്ല കിട്ടുക. അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മക്കളെ, നമ്മൾ ഒന്നുകൂടി ഓർത്തിരിക്കുന്ന കാര്യമാണ്, അതായത് മക്കളെ നമ്മളിപ്പോ ഫീനോൾ എടുക്കുകയാണെങ്കിൽ, ഈ ഫീനോളിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, NaOH ആഡ് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് വാട്ടർ പുറത്തോട്ട് ഒഴിവാക്കി എണ്ണ അവിടെ കയറിയിരിക്കും. സോ നിങ്ങൾക്ക് കിട്ടും സോഡിയം ഫീനോക്സൈഡ്, അതായത് ONa കിട്ടും. ഓക്കെ, ഇതിലേക്ക് ഞാൻ എഗെയിൻ എന്ത് ചെയ്യാണ്, ആൽക്കിൽ ഹാലൈഡ് ആഡ് എന്ന് വിചാരിക്കും. ആൽക്കിൽ ഹാലൈഡ് ഇപ്പൊ എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവും മക്കളെ? ആൽക്കിൽ ഹാലൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടൂടാ, എനിക്ക് അരോമാറ്റിക്കൽ ഈതർ കിട്ടും. അരോമാറ്റിക് ഈതർ. അപ്പൊ ഇതെന്താണ് അരോമാറ്റിക് ഈതർ? അപ്പൊ എങ്ങനെയാണ് അരോമാറ്റിക് ഈതർ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീനോളിനെ എന്ത് ചെയ്താൽ മതി, ഫീനോൾ സോഡിയം ഫീനോക്സൈഡ് ആക്കി മാറ്റിയിട്ട് അതിലേക്ക് ആൽക്കിൽ ഹാലൈഡ് ആഡ് ചെയ്താൽ. സോ എനിവേ, ഫീനോൾ റിയാക്ട് വിത്ത് NaOH അതേപോലെ ആൽക്കിൽ ഹാലൈഡ് വിൽ ഗിവ്സ് എന്താണ്, അരോമാറ്റിക് ഈതർ എന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. റെഡി അല്ലേടാ? റെഡി അല്ലേ? യെസ്. ഇനി നിങ്ങൾ അങ്ങോട്ടുള്ള കാര്യം വളരെ ശ്രദ്ധിക്കണം. പല കുട്ടികളും തെറ്റിക്കാൻ പോകും ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇനി പറയാൻ പോകുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ്. നീറ്റ് എക്സാമിന് സ്ഥിരം ഒരു ഏരിയ, ഫോക്കസ് ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടത് മനസ്സിലാക്കി വെക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ഏരിയയുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കൃത്യമായിട്ട് എന്റെ ഷോർട്ട് കട്ട് ഒക്കെ പറഞ്ഞുതരാം, വളരെ സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രം മതി. കെമിക്കൽ റിയാക്ഷൻ എന്താ കെമിക്കൽ റിയാക്ഷൻ പറയാൻ പോകുന്നത്? അതായത് ഞാനിപ്പോ എന്ത് ചെയ്യാണ്, ഒരു ഇതർ എടുക്കുന്നു, R1 R1O R2 അങ്ങനെ ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കുന്നുള്ളൂ, അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു ഹൈഡ്രജൻ ഹാലൈഡ് HBrമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഹൈഡ്രജൻ ഹാലൈഡ് HBr HCl എന്തോ ആട്ടെ, രണ്ട് HBr കൊടുക്കുന്നു. അപ്പൊ എന്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പം എന്റെ പ്രൊഡക്റ്റ് എന്താണ്? അപ്പൊ ഈ ഇതർ റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഇതർ റിയാക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ഹാലൈഡുമായിട്ടാണല്ലോ, HBrമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഈ റിയാക്ഷൻ പ്രൊഡക്റ്റ് നോക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഓക്സിജന്റെ പുറത്ത് ഷോർട്ട് കട്ട് ആണ്, എല്ലാവരും നോട്ട് ചെയ്യണം. എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ കാണിച്ചത്, എനിക്ക് ഒരു എക്സാമ്പിൾ CH3 CH2 OCH3 റിയാക്ട് വിത്ത് HBr. ഇതാണ് കാര്യം എന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ നമ്മൾ ആൻസർ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതായത് ഇവിടെ ഓക്സിജൻ ഇതാണല്ലോ, ഇതാണ് ഓക്സിജൻ. ഈ ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ ആറ്റത്തിന്റെ എന്ന് നോക്കി നിങ്ങൾ പ്രൈമറി ആ സെക്കൻഡറി നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഓക്സിജൻ ഈ ഭാഗത്തുള്ളത് പ്രൈമറി അല്ലേ ആണ്. ഇനി ഇവിടെ കാർബൺ എന്താണ്, അത് എന്താണ്, പ്രൈമറി അല്ലേ, അത് പ്രൈമറി ആണ്. ഓക്കെ, രണ്ടും പ്രൈമറിയാണ്. രണ്ടും പ്രൈമറി എന്നല്ല, നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. മലയാളത്തിൽ എഴുതി തരാം. ഓക്സിജന്റെ അടുത്തുള്ള കാർബൺ, നിയറസ്റ്റ് ആയിട്ടുള്ള കാർബൺ എന്താണ്, പ്രൈമറിയോ സെക്കൻഡറിയോ ആണെങ്കിൽ അത് ഏത് മെക്കാനിസം ആണ്, SN2 മെക്കാനിസം ഫോളോ ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ബോക്സിൽ ആക്കി വെക്കേണ്ട പോയിന്റ് ആണ്. ഇനി ഓക്സിജൻ അപ്പുറത്തോ ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു കാർബണ് ടെർഷറി ആണെങ്കിൽ ഉറപ്പാണ് എന്ത് മക്കളെ, അത് SN1 മെക്കാനിസം ആണ്. അപ്പം SN1 മെക്കാനിസം എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു തരത്തിൽ ടെൻഷൻ അടിക്കരുത്. അതായത് മക്കളെ, ഓക്സിജൻ ഇതർ എന്ന് പറയുന്ന സാധനം നമ്മൾ HBrമായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇതറിന്റെ ഓക്സിജന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാർബൺ, നിയറസ്റ്റ് കാർബൺ ആറ്റംസ് പ്രൈമറിയോ സെക്കൻഡറിയോ ആണെങ്കിൽ അത് SN2 മെക്കാനിസം. ഇനി അതല്ല ടെർഷറി ആണെങ്കിൽ SN1 മെക്കാനിസം. SN1 എന്ന് പറയുമ്പോൾ എന്താണ്, അത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ?
ഇനി ഇതിന്റെ എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കാൻ പോകുന്നത്, ഇതിന്റെ പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. റെഡിയല്ലേ? നോക്കിക്കോ മക്കളെ. ഇഫ് SN1 SN1 ആണെന്ന് വിചാരിക്കും. SN1 ആണെങ്കിൽ എന്തായിരിക്കും ഇത്? ടെർഷറി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും അല്ലേ? യെസ്. ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് സേ SN1 ആണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, നോക്കി പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ എടുക്കാം. SN1 അവിടെ കിടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? CH3 O CH2 CH3 ഇവിടെ തുടങ്ങും. നോക്കിയോ, ഇത് HBrമായിട്ട് റിയാക്ട് ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പോൾ നോക്കേണ്ട കാര്യം ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള പിന്നെ കാർബൺ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ കാർബൺ എന്താണ്? ഈ കാർബൺ പ്രൈമറി അല്ലേ? ഈ കാർബൺ സെക്കൻഡറി അല്ലേ? പ്രൈമറി സെക്കൻഡറി ആണെങ്കിൽ ഉറപ്പിക്കുക എന്ത്? നിങ്ങൾ ആൻസർ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞു. നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതിൽ ഇങ്ങനെ ആൻസർ ചെയ്താൽ മതി. ഷോർട്ട് കട്ട് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പൊ പ്രൈമറി സെക്കൻഡറി അപ്പുറത്തും ഇപ്പുറത്തുണ്ടെങ്കിൽ ഉറപ്പിച്ച് എന്താണത്? SN2 മെക്കാനിസം. SN2 മെക്കാനിസം ആണല്ലോ. SN2 മെക്കാനിസം ആണ്. അങ്ങനെ SN2 മെക്കാനിസം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലേക്ക് ഓടി വരുന്ന കാര്യം എന്ന് വെച്ചാൽ SN2 മെക്കാനിസം ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സിമ്പിൾ ആണ്. അതായത് ചെറിയ ആളുടെ ചെറിയ ആളുടെ ഹാലൈഡും വലിയ ആളുടെ ആൽക്കോ എന്താണ് ഓർത്തിരിക്കുക. SN2 മെക്കാനിസം ആണെങ്കിൽ ചെറിയ ആളുടെ ആൽക്കഹോൾ ചെറിയ ആൽക്കഹോൾ അല്ല, ചെറിയ ഹാലൈഡ്. ശ്രദ്ധിക്കണേ. ചെറിയ ആളുടെ ഹാലൈഡും വലിയ ആളുടെ ആൽക്കഹോൾ. ഓക്കെ. ഈ തിരിച്ചാണെങ്കിലോ SN1 അത് നിങ്ങൾ ബോക്സ് ആക്കി വെക്കണം മക്കളെ, ബോക്സ് ആക്കി വെക്കണേ. ഇനി SN1 ആണെങ്കിൽ വലിയ ആളുടെ ആൽക്കഹോളും അതേപോലെ വലിയ ആളുടെ ആൽക്കഹോൾ അല്ല, മാറിപ്പോയി. ആരാണ് മക്കളെ? ശ്രദ്ധിക്കണേ. വലിയ ആളുടെ ഹാലൈഡും ചെറിയ ആളുടെ എന്ത് മക്കളെ? ചെറിയ ആളുടെ ആൽക്കഹോൾ. ഇപ്പോ ഇത് നിങ്ങൾ ബോക്സിലാക്കി വെക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബോക്സിലാക്കി വെച്ചേ, എല്ലാവരും വെച്ച് ബോക്സിലാക്കി വെച്ചേ. സിംപ്ലി അങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ ക്രാക്ക് ചെയ്യാന്ന് പറയാൻ പോവാണ്. നമ്മൾ SN1 മെക്കാനിസം ആണെങ്കിൽ എന്താ മക്കളെ? വലിയ ഹാലൈഡ് ഉണ്ടാവും, അതേപോലെ തന്നെ ചെറിയ ആൽക്കഹോൾ. വലിയ ഹാലൈഡിന് റീസൺ എന്ന് വെച്ചാൽ ടെർഷറി ഹാലൈഡ് ഒക്കെ ഉണ്ടാവും. കാരണം അവിടെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി ചെറിയ ഹാലൈഡ് ഉണ്ടാവുന്നതിന് റീസൺ വെച്ചാൽ അവിടെ കാർബോഹൈഡ്രേറ്റ് ഒന്നും ഇല്ല, അവിടെ SN2 മെക്കാനിസം ആണ്. അപ്പൊ വലിയ ആൽക്കഹോൾ ഉണ്ടാവും. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാവരും എന്ത് ചെയ്യുക? സ്ക്രീനിൽ കൃത്യമായി നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ചോദ്യം നോക്കിക്കേ, ഇതിന് ആൻസർ നോക്കിയാൽ മതി. ഇതിപ്പോ ഏതാണ്? SN2 മെക്കാനിസം ആണല്ലോ. SN2 മെക്കാനിസം ആണെങ്കിൽ നിങ്ങൾ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇപ്പം SN2 മെക്കാനിസം നമ്മൾ പറഞ്ഞു ഓൾറെഡി, ചെറിയ ഹാലൈഡ് ഉണ്ടാകും, അതേപോലെ വലിയ ആൽക്കഹോൾ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ചെറിയ ആൾ എന്ന് പറയുമ്പോൾ ഇതാണ് ചെറിയ ആള്. ഓക്സിജൻ അപ്പുറത്തെ ചെറിയ ആൾ ഇതാണ് വലിയ ആള് അല്ലെ? അപ്പൊ ചെറിയ ആളുടെ ആൽക്കഹോൾ എഴുതി വെച്ചാൽ മതി. ഇപ്പൊ ചെറിയ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ചെറിയ ആളുടെ ഹാലൈഡ് എഴുതി വെച്ചാൽ മതി. ചെറിയ ആളുടെ ഹാലൈഡ് എന്ന് പറയുമ്പോൾ CH3 CH2I പ്ലസ് വലിയ ആളുടെ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ CH3 CHOH CH3. ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ ആണ്, അത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇനിയിപ്പോ ഞാൻ ഇവിടെ HBr ആയതുകൊണ്ട് ഇവിടെ BR കൊടുക്കാം, അയഡിൻ ആണെങ്കിൽ ലൈൻ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം കൊണ്ടൊന്നും സെറ്റ് ആവില്ല. ഒന്നും കൂടി ചെയ്തു നോക്കാം. അപ്പോഴേ അതൊന്ന് നെയിം ആവത്തുള്ളൂ. ഞാനിപ്പോ എടുക്കുന്നത് ടെർഷറി ആണെന്ന് വിചാരിക്കും നിങ്ങൾ. മക്കളെ ഞാനിപ്പം ടെർഷറി എടുക്കുന്ന വിചാരിക്കും. ഇപ്പൊ എന്താണ് പ്രൊഡക്റ്റ് എന്ന് നോക്കാം നമുക്ക്. എല്ലാവരും മാക്സിമം ചെയ്തു നോക്കണം, എന്നാലേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കാം മക്കളെ, എന്റെ കൂടെ തന്നെ ചെയ്യാം. CH3 CH3 O CH3. ഇപ്പൊ എന്ത് ഇതറാണ്? ടെർഷറി. അതായത് നിങ്ങൾക്കറിയാം ഓക്സിജൻ അപ്പുറത്തോ ഇപ്പുറത്തോ ടെർഷറി ഉണ്ടെങ്കിൽ എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണത്? അത് SN1 മെക്കാനിസം. ഇവിടെ എന്താണ്? ഇത് പ്രൈമറി ആണ്, ഇത് ടെർഷറി ആണ്. ഓക്സിജൻ അപ്പുറത്തോ ഇപ്പുറത്തോ പ്രൈമറിയോ സെക്കൻഡറി ആണെങ്കിൽ SN2 മെക്കാനിസം ആണ്. ടെർഷറി ആണെങ്കിൽ SN1 മെക്കാനിസം ആണ്. അപ്പൊ എന്നാലും ഇത് SN1 മെക്കാനിസം ആയിരിക്കും. ഓക്കെ. ഇനി ഇവൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പറഞ്ഞത്? ഇവൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുക? HBrമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് അവിടെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടാകും. ഇപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ഞാൻ പറഞ്ഞ ടെക്നിക്ക് ആലോചിക്കാം. വലിയ ഹാലൈഡും ചെറിയ ആൽക്കഹോളും. ഇതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ആൽക്കഹോൾ SN1 ഷോർട്ട് കട്ട് ആണ്. അപ്പം ചെറിയ ആൾ എന്ന് പറഞ്ഞാൽ ഇതല്ലേ ചെറുത്. അപ്പൊ ഇയാളുടെ എന്തുണ്ടാവും? ആൽക്കഹോൾ ഉണ്ടാവും. ചെറിയ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ CH3OH. ഇനി വലിയ ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? CH3 എത്ര ടൈം ഉണ്ട്? 3 ടൈം ഉണ്ട് അല്ലെ? പിന്നെ അത് എത്ര? CH3 ടൈംസ് C. പിന്നെ അവിടെ ആരുണ്ടാവും? ഈ പറഞ്ഞ BR കയറിയിരിക്കും. ഇതാണ് ആൻസർ. റെഡി അല്ലേടാ? റെഡി അല്ലേ? യെസ്, ഇതാണ് ആൻസർ. കറക്റ്റ് അല്ലേ? ഇനി ഞാൻ ആരോമാറ്റിക് ആണെന്ന് വിചാരിക്കും എടുക്കുന്നത്. എന്ന് വെച്ചാൽ അരോമാറ്റിക് ഇതർ എടുക്കാന്ന് വിചാരിക്കും. അടുത്ത കേസ് അരോമാറ്റിക് ഇതർ. ഇഫ് അരോമാറ്റിക് ഇതർ എടുക്കും, അപ്പൊ എന്താണ് പ്രശ്നം? ഇതൊക്കെ ചോദ്യപേപ്പറിൽ കാണുന്നതാണ് മക്കളെ. അരോമാറ്റിക് ഇതർ ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ. ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു അരോമാറ്റിക് ഇതർ എടുക്കുന്നു, അനിസോൾ അരോമാറ്റിക് ഇതർ എടുക്കുന്നു. ഇതിൽ HBrമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് പ്രത്യേകത? ഇവിടെ
അരോമാറ്റിക് ഈതർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്താ സംഭവിക്കുക, അവിടെ ഫീനോളേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരിക്കലും എന്ത് ചെയ്യലടാ, ഇവിടെ ഒരിക്കലും ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പോകുന്നില്ല. പകരം എന്താ സംഭവിക്കുക, ഇവിടെ ഈ CH3Br അങ്ങ് പുറത്തോട്ട് പോകും. കാരണം ഈ H ഇവിടെ കയറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും, എപ്പോഴും ഫീനോൾ ആയിരിക്കും. എന്തായിരിക്കും? ഫീനോൾ ആയിരിക്കും. ഓൾവേസ് ഫീനോൾ. അപ്പൊ ഓൾവേസ് ഫീനോൾ ആണെന്ന കാര്യം നീ ഓർത്തിരിക്കുക. ഓൾവേസ് ഓൾവേസ് ഫീനോൾ. ഇത് ഓൾവേസ് ആണ്. എപ്പോഴും ഫിനോൾ ആയിരിക്കും. മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം അരോമാറ്റിക് ഈതറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ HBr റിയാക്ട് ചെയ്ത് എന്ത് കളിച്ചാലും എന്താ കിട്ടുന്നത് ക്യാൻസർ? ഫിനോൾ ആയിരിക്കും കിട്ടുക. ഇതാണ് ഫിനോൾ. അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞ മക്കളെ, നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു കേസ് പറഞ്ഞാൽ CH3. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത കേസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഒരു പ്രീവിയസ് ചോദിച്ച ഓരോ കേസുകളാണ്. നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. CH3, CH3, OCH3, എക്സസ് HIയുമായിട്ട്, അതായത് HI എന്ത് ചെയ്യുന്നു, എക്സസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് എന്ത് ഓടി വരാം, നിങ്ങൾ നോക്കും ഓക്സിജൻ അപ്പുറത്ത് പ്രൈമറി ആണ്, സെക്കൻഡറി ആണ്. ഓക്കെ. പ്രൈമറി സെക്കൻഡറി ആണെങ്കിൽ SN1 മെക്കാനിസം ആണ്, അല്ല SN2 മെക്കാനിസം ആണ്, SN2 മെക്കാനിസം. ഓക്കെ. അപ്പൊ എന്താ കിട്ടുക, വലിയ ആളുടെ എന്താണ് ആൽക്കഹോളും ചെറിയ ആളുടെ ഹാലൈഡും. അപ്പൊ ചെറിയ ആൾ എന്ന് പറയുമ്പോൾ ഇയാളല്ലേ, അപ്പൊ ഇയാളെ ഹാലൈഡ് എഴുതിക്കോ ആദ്യം തന്നെ CH3 ആയി. വലിയ ആൾ എന്ന് പറയുമ്പോൾ ഇയാളല്ലേ, അപ്പൊ ഇയാളെ ആൽക്കഹോൾ എന്താ ഉണ്ടാവുക, CH3 CHOH CH3. റെഡി അല്ലേ? ഇപ്പൊ പല കുട്ടികളും ഇതിലങ്ങ് നിർത്തും ആൻസർ. കാരണം എന്താ വെച്ചാൽ ഇത് ഓപ്ഷൻ ഉണ്ടാവും, ഓപ്ഷൻ ചെയ്ത് തെറ്റും. പക്ഷെ ഇതല്ല ഉത്തരം ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഇവിടെ എക്സസ് HI എന്ന് പറയുന്ന ടേം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായി നോക്കണം. കാരണം എക്സസ് HI എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻ എന്ത് ചെയ്യും, വീണ്ടും അവിടെയുള്ള ഈ OH റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എക്സസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും മക്കളെ, ഈ OH വെച്ചും റീപ്ലേസ് ചെയ്തിട്ട്, മീൻസ് OHുമായി റീപ്ലേസ് ചെയ്തിട്ട് ഇവിടെ കാര്യം കയറിയിരിക്കും, ഐഡിൻ കയറിയിരിക്കും. സോ ആൻസർ വിൽ ബി CH3I പ്ലസ് CH3 CHI CH3. മനസ്സിലാവുന്നു മക്കളെ? ഇങ്ങനത്തെ ആൻസർ ആണ് കിട്ടാൻ പോകുന്നത്. സോ ഇതാണ് നിങ്ങൾ ആൻസർ ഉണ്ടാവുക. അപ്പൊ ആ പറഞ്ഞിരിക്കുന്ന OHനൊക്കെ റീപ്ലേസ് ചെയ്യും, ഈ ഐഡിൻ കയറി റീപ്ലേസ് ചെയ്യും എക്സസ് ഉണ്ടെങ്കിൽ. ഓക്കെ. അത് നിങ്ങൾ എന്ത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി മക്കളെ അവസാനത്തെ ഏരിയയിലേക്ക് കടക്കാൻ പോവാണ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എക്സെപ്ഷൻ ആയിട്ട് ഓർത്തിരിക്കുന്ന കാര്യം, എക്സെപ്ഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചു പോലെ ചിലപ്പോൾ ടിസ്റ്റ് ക്വസ്റ്റ്യൻ വന്നതിന് എന്ത് ചെയ്യും, ഉത്തരം തെറ്റിക്കും. ആ ടിസ്റ്റ് പറയാൻ പോകുന്നത്, അതായത് ഇതാണ് നിങ്ങൾ ഫീനോൾ എന്ന് വിചാരിക്കും, ഫീനോൾ. ഈ ഫീനോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സസ് HI ആഡ് ചെയ്ത് വിചാരിക്കും. ഞാനിപ്പം എവിടെ ആഡ് ചെയ്തിരിക്കുന്നത് മക്കളെ, ഞാൻ ഈ ഒരു കേസിലാണ് ഇവിടെ എക്സസ് HI ആഡ് ചെയ്തപ്പോൾ OH റീപ്ലേസ് ചെയ്ത് ഐഡിൻ കയറിയിരുന്നു. ഇനി അതല്ല, ഞാനിപ്പം അരോമാറ്റിക് ആയിട്ടുള്ള ഫീനോളിലാണ് നമ്മൾ എക്സസ് HI ആഡ് ചെയ്ത് വിചാരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത്, ഫീനോളൊക്കെ മാറ്റി ആര് കയറിയിരിക്കും, അയോഡോ ബെൻസീൻ ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ നടക്കില്ല. കാരണം എന്താണ്, ബിക്കോസ് അവിടെ എന്താണ്, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല, റിയാക്ഷൻ നടക്കൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിയാക്ഷൻ അവിടെ നടക്കാൻ പോകുന്നില്ല. നോ റിയാക്ഷൻ, നോ റിയാക്ഷൻ. അല്ലാതെ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ, അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. സോ നോ റിയാക്ഷൻ ഉള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി ഫൈനൽ അവസാന ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് അവസാന ഭാഗം എന്ന് പറയുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇതർ എന്ന് പറയുമ്പോൾ, അരോമാറ്റിക് ഇതർ എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രൂപ്പാ, OCH3 ഗ്രൂപ്പാണ്. ഏത് ഗ്രൂപ്പാണ്? OCH3. OCH3 ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഈ OCH3 ഏത് ഗ്രൂപ്പ് മക്കളെ, പ്ലസ് എം ഗ്രൂപ്പ് അല്ലേ? പ്ലസ് എം ഗ്രൂപ്പാണ്. ഇത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. സോ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയുമ്പോൾ നമ്മൾ ഹാലോജനേഷൻ, ബ്രോമിനേഷൻ ഒക്കെ നടത്തുവാണെങ്കിൽ ബ്രോമിനിന് എന്താണ്, എഥനോയിക് ആസിഡ് ഒക്കെ നമ്മൾ നടത്താന്ന് വിചാരിക്കും. ആസിഡ് പ്രസത്തിൽ എന്ത് ചെയ്യും, ബ്രോമിനേഷൻ നടത്തുന്നു. സ്വാഭാവികമായിട്ടും ഓർത്തോയിലും പാരലും എന്ത് ചെയ്യും, ബ്രോമിനും കയറിയിരിക്കും. ബ്രോമിൻ കയറി, ബിക്കോസ് എന്താണ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. സോ നമുക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും മക്കളെ, OCH3. ഓർത്തോയിൽ കയറിയിരിക്കും, ബ്രോമിൻ കയറിയിരിക്കും. അതേപോലെ പാരയിലും ബ്രോമിൻ കയറിയിരിക്കും. നോ ഡൗട്ട്, നോ ഡൗട്ട്. ഇതിലാരാ മേജർ? ഇയാളാണ് മേജർ ആൻഡ് ഇയാളാണ് മൈനർ. റെഡി അല്ലേടാ, റെഡി അല്ലേ? യെസ്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മക്കളെ അതേപോലെ നമ്മൾ ഓൾറെഡി അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയേജൻ ഒക്കെ ഉണ്ട്, ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഒക്കെ ഉണ്ട്, ഫ്രീഡൽ ആൽക്കലേഷൻ അസൈലേഷൻ ഒക്കെ ഉണ്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേക്കാം. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് മക്കളെ എല്ലാവരും നോക്കിക്കേ. ഇതാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. ഫ്രീഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ, അതായത് നമുക്കറിയാം ഇതാണ് എന്ത്, നമ്മൾ അനിസോൾ അല്ലെങ്കിൽ അരോമാറ്റിക് ഈതർ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ ആൽക്കിലേഷൻ നടത്തുന്ന പറയുമ്പോൾ എന്താണ്, CH3 നമ്മൾ ആൽക്കിലേഷൻ നടത്താൻ പോകും. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്, അൺഹൈഡ്രസ് ആയിട്ടുള്ള അലൂമിനിയം ക്ലോറൈഡ്. ഓക്കെ. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആൽക്കിലേഷൻ നടത്തുന്നു. ആൽക്കിലേഷൻ നടത്തുന്ന പറയുമ്പോൾ എന്താണ്, ഇപ്പൊ CH3Cl ആരെങ്കിലും ആണ് ചെയ്യുന്നത്, CH3Cl ഒക്കെ പറയുന്നത്. അപ്പൊ CH3 ഗ്രൂപ്പ് എന്ന മിഥൈൽ ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പാണ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഓർത്തോയിലും പാരലും ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ആൽക്കൈൽ ഗ്രൂപ്പ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പോകുന്നു. കാരണം എന്താണ്, ഓർത്തോ പാരഡൈറ്റിക് ഗ്രൂപ്പാണ്. സോ ഓർത്തോയിലും ഉണ്ടാവും, പാരയിലും ഉണ്ടാവും. ആരാണ് മേജർ? പാരയാണ് മേജർ. ഇയാളാണ് മേജർ. റെഡിയല്ലേ മക്കളെ? സിമ്പിൾ, ഓൾറെഡി പോയി. ഇനി അസൈലേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെ. അസൈലേഷൻ ആണെങ്കിൽ COCH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ആൽക്കലേഷൻ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ബാക്കിയൊക്കെ നോർമൽ സെയിം ആണ്. അപ്പൊ ഓർത്തോ പാരഡൈറ്റിക് ഗ്രൂപ്പാണ് ആൻഡ് എന്താണ് പ്ലസ് എം ഗ്രൂപ്പ് കാണിക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതറുമായിട്ട് പറയാനുള്ളത്. അപ്പം
ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് മൊത്തം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ കോൺസെപ്റ്റുകൾ ഓരോന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. കണക്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും വേണം, നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മക്കളെ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം. നമ്മൾ ഇത്രയും നേരം തിയറി കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കോൺഫിഡൻസോട് കൂടി ഓരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഓരോ ട്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ട രൂപത്തിൽ. ഞാൻ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ തന്നെ ചെയ്യാം. കോൺഫിഡൻസോട് കൂടി ചെയ്യാം. നമുക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ഏത് ലെവലിലെ ചോദ്യമാണ്, എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നല്ല 30ഓളം ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. ഓക്കെ, എന്റെ കൂടെ നോക്കാം. ഓക്കെ മക്കളെ, ഐഡന്റിഫൈ സി ഇൻ ദ ഫോളോയിങ് സ്കീം. ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നീറ്റ് എക്സാമിന് പ്രതീക്ഷിക്കണം. നീറ്റ് എക്സാമിന് ഇങ്ങനെ A B C ടൈപ്പ് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ പല കുട്ടികൾക്കും ഈ കണക്റ്റഡ്, ഈ കോൺസെപ്റ്റൽ ബിൽഡിംഗ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക. സോ അത് നമ്മൾ കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഒരു കുട്ടിയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. സോ എ കിട്ടും, ചിലപ്പോൾ ബി കിട്ടത്തില്ല, സി കിട്ടും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ABC ടൈപ്പ്, അതായത് സി ടൈപ്പ് ഇങ്ങനെ ചോദ്യങ്ങൾ നമ്മൾ നീറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യണം. നീറ്റ് 2025 നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാവരും നോക്കിയാൽ കൃത്യമായിട്ട് നോക്കിയാൽ മക്കളെ, ഇതെന്താ മക്കളെ, ആൽക്കഹോൾ അല്ലേടാ. ആൽക്കഹോളിന് PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ചുമ്മാ എന്ത് ചെയ്യും, ഇവിടെ ക്ലോറിൻ എന്ത് ചെയ്യും, ഓക്സിജൻ നേരെ പോയിട്ട് റീപ്ലേസ് ചെയ്യും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മക്കളെ, നമുക്ക് CH3, എല്ലാവരും നോക്കണം മക്കളെ, CH3 CH2 CH2 Cl എന്ന് കിട്ടും. കാരണം എന്താ, അവിടെ OH ഉണ്ടായിരുന്നു, OH ആരെ റീപ്ലേസ്, Cl റീപ്ലേസ് ചെയ്യും. അത്രയുള്ള കാര്യം. നമ്മൾ ഓൾറെഡി ഈ റിയാക്ഷൻ ഒരുപാട് തവണ പഠിച്ചതാണ്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, സിമ്പിൾ റിയാക്ഷൻ ആണ്. ഇനി മക്കളെ എന്താ സംഭവിക്കുന്നത്, ഇനി എന്താണ് ഇവിടെ, ആൽക്കഹോളിക് KOH അടുത്ത റിയാക്ഷൻ. ആൽക്കഹോളിക് KOH ആകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ KOH ആണ് വേറെ, ആൽക്കഹോളിക് KOH. ആൽക്കഹോളിക് KOH ആകുമ്പോൾ ബീറ്റ എലിമിനേഷൻ ഓർക്കണം. ബീറ്റ എലിമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ, ഇത് ആൽഫ കാർബൺ ആറ്റമാണ്, ഇത് ബീറ്റയാണ്. സോ ബീറ്റയിൽ നിന്ന് ഹൈഡ്രജനും പിന്നെ അതുപോലെ ക്ലോറിനും കൂടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് നിങ്ങൾക്കറിയാം ബീറ്റ എലിമിനേഷനിൽ തന്നെ ഡീഹൈഡ്രോ ഹാലോജേഷൻ പഠിച്ചാണ്. അപ്പൊ HCl പുറത്തോട്ട് പോകും. അപ്പൊ HCl പുറത്തോട്ട് പോകണം. അപ്പൊ HCl പുറത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ, ഇവിടെ നിന്ന് ഇവന്മാര് പുറത്തോട്ട് പോകും. ആരാണ് പുറത്തോട്ട് പോകുന്നത് നോക്കിയാൽ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, HCl പുറത്തോട്ട് പോയി. ഓക്കെ, ബാക്കി ആരുണ്ടാവും, ബാക്കി CH3 CH ഡബിൾ ബോണ്ട് CH2. മനസ്സിലാവുന്നുണ്ടോ? CH3 CH ഡബിൾ ബോണ്ട് CH2. ഇത് നിങ്ങൾ ഇത് നോക്കണം, ഇത് ആൽക്കീൻ അല്ലേടാ, ആൽക്കീൻ അല്ലേ, ആൽക്കീനാണ്. ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യം, അടുത്ത എന്താ പരിപാടി, നെക്സ്റ്റ് പരിപാടി എന്താ നോക്കണേ, ഓരോന്ന് നോക്കണം മക്കളെ. സിമ്പിൾ ആണ് കാര്യം, വളരെ സിമ്പിൾ ആണ് കാര്യം. ഓക്കെ, അടുത്തത് എന്താണെന്ന് നോക്കിയേ. അടുത്തത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അതേപോലെ തന്നെ ഹീറ്റ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, അത് H+ന്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്, വാട്ടർ ആഡ് ചെയ്യാണ്. H+ന്റെ പ്രസൻസിൽ വാട്ടർ ആഡ് ചെയ്യുന്ന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആസിഡ് കാറ്റലൈസ് ഹൈഡ്രേഷൻ. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ആസിഡിന്റെ പ്രസൻസിൽ. നമ്മൾ പഠിച്ചില്ലേ, പ്രിപ്പറേഷൻസ് ഓഫ് ആൽക്കഹോളിൽ പഠിച്ചതല്ലേടാ. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പം ആൽക്കീനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രിപ്പറേഷൻസ് ഓഫ് ആൽക്കഹോൾ ആണെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പൊ മാർക്കോനിക്കോ റൂൾ അഡീഷൻ ആണ്. ഇവിടെ ഷിഫ്റ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷിഫ്റ്റ് ആലോചിക്കണം. അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആണ്. ഇവിടെ ഷിഫ്റ്റിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് സിമ്പിൾ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വാട്ടർ ആഡ് ചെയ്യാം. അപ്പം H+ ഉണ്ടാകും, OH- ഉണ്ടാകും. ഇവിടെ എന്ത് ചെയ്യും, കൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു, പ്ലസ് മൈനസ് ഇവിടെ എന്ത് ചെയ്യും, കൊണ്ട് ബ്രേക്ക് ചെയ്തു. ആൻഡ് OH- ഇവിടെ പോയിരിക്കും, H ഇവിടെ പോയിരിക്കും. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും മക്കളെ, CH3 CHOH CH3. ഇതാണ് ആൻസർ. റെഡി അല്ലേ നോക്കിക്കേ. യെസ്. അപ്പൊ അങ്ങനെയാണ് എന്ത് ആൻസർ ഉണ്ടാവുക, എന്താ ആൻസർ പറ, എന്താ ആൻസർ ഉണ്ടാവുക, CH3 CHOH CH3 എന്ന് പറയുമ്പോൾ എന്താണ്, 2 പ്രൊപ്പനോൾ. 2 പ്രൊപ്പനോൾ അല്ലേ, യെസ്, 2 പ്രൊപ്പനോൾ ആണ് ആൻസർ ഉണ്ടാവും കേട്ടോ. അപ്പൊ ആൻസർ എന്തായിരിക്കും, 2 പ്രൊപ്പനോൾ. റെഡി അല്ലേ, എല്ലാവർക്കും കിട്ടിയോ, എല്ലാം നമുക്ക് കിട്ടിയോ നോക്കിക്കേ. സിമ്പിൾ അല്ലേ. ഇപ്പൊ ആദ്യം ചെയ്തത് OH ആരെ റീപ്ലേസ് ചെയ്തു, ക്ലോറിൻ റീപ്ലേസ് ചെയ്തു. ഇനി ആൽക്കഹോളിക് KOH ബീറ്റ എലിമിനേഷൻ. അവിടെ എന്ത് നമുക്ക് എന്തിട്ട് ആൽക്കീൻ കിട്ടി, ആൽക്കീനിലേക്ക് വെള്ളം ഒഴിച്ചാൽ കറസ്പോണ്ടിങ് ആൽക്കഹോൾ കിട്ടും. സിമ്പിൾ ആണ്. ഇനി ഇവിടെ ഷിഫ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടെർഷറി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഫോം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് നടത്തിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എഴുതേണ്ടത്. ഇവിടെ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ച് ബേജാറാണ്. സെറ്റ് അല്ലേ, യെസ്. അപ്പൊ ഒന്നാം ദിവസം നമ്മൾ ചെയ്തു, ക്ലിയർ ചെയ്തു. മനസ്സിലായല്ലോ, യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി മക്കൾ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, ഇമ്പോർട്ടന്റ് ആണ് കാര്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോവിങ് കോമ്പൗണ്ട് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിംഗ് അസിഡിറ്റി എന്നാണ് ചോദ്യം. അതായത് അസിഡിറ്റിന്റെ ഓർഡർ എന്ത് ചെയ്യാം നമ്മൾ, അതായത് അസിഡിറ്റിയുടെ ഓർഡറിൽ എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ അസിഡിറ്റി കുറയുന്നതനുസരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചാണ് ഓൾറെഡി പ്ലസ് എം ഗ്രൂപ്പുകൾ അതേപോലെ തന്നെ ഓക്കെ ഓക്കെ എല്ലാവരും പഠിപ്പിച്ച കാര്യം പറയാം. പ്ലസ് എം ഗ്രൂപ്പുകൾ അതേപോലെ തന്നെ പ്ലസ് ആർ ഗ്രൂപ്പുകൾ, പ്ലസ് എം പ്ലസ് ആർ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്ലസ് ഗ്രൂപ്പുകൾ ഇതൊക്കെ പ്ലസ് ഗ്രൂപ്പുകളാണ്. പ്ലസ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക അസിഡിറ്റി കുറയും എന്നാണ് പഠിപ്പിച്ചത്. അതേപോലെ മൈനസ് ഗ്രൂപ്പിൽ വന്ന് എന്ത് ചെയ്യും അസിഡിറ്റി കൂടും എന്നാണ് പഠിപ്പിച്ചത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം NO2 ഗ്രൂപ്പ് എന്താണ്, അത് മൈനസ് ഐ ഗ്രൂപ്പ് മൈനസ് എം ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ OC3 എന്താ പ്ലസ് എം ഗ്രൂപ്പാണ്. CH3 എന്താ പ്ലസ് ഐ ഗ്രൂപ്പ്. Cl എന്താ മൈനസ് ഐ ഗ്രൂപ്പാണ്. അപ്പം പ്ലസ് ഐയും പ്ലസ് എം നോക്കുമ്പോൾ ആർക്ക് കൂടുതൽ പവർ ഉണ്ടാവുക പ്ലസ് എമ്മിനാണ്. മീൻസ് അല്ലെങ്കിൽ മൈനസ് ഐ മൈനസ് എം നോക്കുമ്പോൾ മൈനസ് എമ്മിനാണ് കൂടുതൽ പവർ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ NO2 വരുന്നതിനാണ് മോർ അസ്റ്റിക് ഉണ്ടാവും. ഓക്കെ, അപ്പം തേർഡ് വൺ ഈസ് മോർ അസ്റ്റിക്. തേർഡ് വൺ ആണ് മോസ്റ്റ് അസ്റ്റിക് ഉണ്ടാവുക. ഇത് കഴിഞ്ഞാൽ പിന്നെ ആർക്കായിരിക്കും ക്ലോറിൻ ആണ് ഉണ്ടാവുക. അതായത് ക്ലോറിൻ വരുന്നത് ഒന്നാമത്തത് ഫസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ CH3 ഉണ്ട് OCH3 ഉണ്ട്. CH3 പ്ലസ് ഐ മാത്രമേ ഉള്ളൂ, എന്തില്ല പ്ലസ് എം ഇല്ല. സോ കമ്പാരിറ്റീവ്ലി ആരാണ് ബെറ്റർ, ആരാണ് ഭയങ്കര മൊറസ്റ്റിക് ആവുക, പിന്നെ CH3 വരുന്നതാണ്. അപ്പോൾ അടുത്തത് എന്താ വരിക സെക്കൻഡ് വൺ. ദെൻ ലാസ്റ്റ് ആണ് ഫോർത്ത് വൺ. സോ അങ്ങനത്തെ ഓപ്ഷൻ 3 1 2 4 യെസ്, ഇതാണ് ആൻസർ. റെഡി അല്ലേ മക്കളെ, എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ഇതിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാവരും എന്റെ കൂടെ തന്നെ ഇല്ലേ? എല്ലാവരും ഓക്കെ അല്ലേടാ? നമുക്ക് ക്വസ്റ്റ്യൻ വളരെ സമാധാനത്തോടെ ചെയ്താൽ മതി. എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ചെയ്യണം. ഒരു ഡൗട്ടും വേണ്ട. നമുക്ക് ഈ ക്വസ്റ്റ്യനിലാണ് നമ്മളെ കാര്യങ്ങൾ കിടക്കുന്നത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. തിയറികൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയറികൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ സിമ്പിൾ ആണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കോൺസെപ്റ്റ് ഐഡിയ കയ്യിലുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അത് പല കുട്ടികൾ ടെൻഷൻ അടിച്ചിട്ടാണ് വെറുതെ വേണ്ടാത്ത കുറെ ചിന്തിച്ച് അങ്ങനെ ടെൻഷൻ ആക്കിയിട്ടാണ് ഓർഗാനിക് കൈവന്ന് കളയുന്നത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായി തിയറി ബേസ് ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ, അതായത് ഇപ്പം ഓക്സിഡൈസിങ് ഏജന്റ്, അതായത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് 2 ചാട്ടം ചാടും, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബേസിക് ആണ്. അതേപോലെ ചില സാധനങ്ങൾ പ്രൈമറി ഇപ്പം OMR ആണ്, HBO ആണെങ്കിൽ പ്രൈമറി ആൽക്കോളെ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കുറെ സാധനങ്ങൾ, അതായത് ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കോൾ, അതർ ആൽഡിഹൈഡ് സെക്കൻഡറി ആൽക്കോൾ, ഇതൊക്കെ ബേസിക് സാധനങ്ങൾ. അപ്പൊ ഇങ്ങനത്തെ കുറെ ഐഡിയകൾ മനസ്സിലുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതുപോലെ ചെറിയ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് SN1 SN2 ആണെങ്കിലുള്ള കാര്യങ്ങളൊക്കെ, ചെറിയ ആൽഡിഹൈഡ്, ചെറിയ പിന്നെ ഹാലൈഡ്, വലിയ ആൽക്കഹോൾ, ഇങ്ങനത്തെ കുറെ ടെക്നിക്കുകൾ അറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഓരോ ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം, അടിപൊളിയാക്കണം, എന്റെ കൂടെ തന്നെ വേണം. ദി കോമ്പൗണ്ട് വിച്ച് റിയാക്ട് ഫാസ്റ്റ് വിത്ത് ലൂക്കാസ് റിയേജന്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. നിങ്ങൾ പഠിപ്പിച്ചാണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറയുന്ന കേസിൽ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇവിടെ ടെർഷറി ആൽക്കഹോൾ എന്താണ് നോക്കുക, ടെർഷറി ആൽക്കഹോൾ ഭയങ്കര റിയാക്റ്റീവ് ആണ്. ദാൻ സെക്കൻഡറി, ദാൻ പ്രൈമറി അല്ലേ. ടെർഷറി പെട്ടെന്ന് റിയാക്ട് ചെയ്യും, സെക്കൻഡറി മെല്ലെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ റിയാക്ട് ടെർബേറ്റ് ഫോം ചെയ്യും, പ്രൈമറി ആണ് തീരെ റിയാക്ട് ചെയ്യത്തില്ല. അപ്പൊ ആരാണ് ടെർഷറി ആൽക്കഹോൾ ഉണ്ടോ നോക്കിയാൽ പോരെ. ടെർഷറി ആൽക്കഹോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2-methyl propan ടൂൾ എന്ന ടെർഷറി. വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം. 2-methyl propan ടൂൾ ഇവിടെ എന്താണ് 2-methyl, 2 മിഥൈൽ ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്, ആൻഡ് ഇതാണ് 2-methyl propan ടൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താ ടെർഷറി കാർബൺ ആറ്റം അല്ലടാ, ടെർഷറി ആണ്. സോ ആൻസർ വിൽ ബി ഡി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുമില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് ടെർഷറി ആണെന്നുള്ളത്. കാരണം എന്താണ്, 2 മിഥൈലും ഉണ്ട് OH ഉണ്ട്, 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അത് ടെർഷറി ആണ്, നോ ഡൗട്ട്സ്. ഓക്കെ അല്ലേ? ടെർഷറി കാർബൺ ആറ്റം ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. നെക്സ്റ്റ് ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് റിയാക്ഷൻസ്. ഇതൊക്കെ നീറ്റിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും ബേജാറാവേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കരുത്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതിന്റെ നോളജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും നോക്കാം. നോക്കി മക്കളെ, ഇതെന്താ സാധനം, നിങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതിന് ആൽക്കീൻ അല്ലേടാ, ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം ഉള്ള അല്ലെ, ഡബിൾ ബോണ്ട് കാർബൺ ആൽക്കീൻ ആണ്. ഈ ആൽക്കീനിലേക്ക് നമ്മൾ എന്താണ് B2H6 എന്ന് പറയുമ്പോൾ എന്താണ്, ഡൈബോറൈൻ ആണ്. ഈ ഡൈബോറൈൻ കണ്ട് അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ഹൈഡ്രോബോറേഷൻ ഓക്സിജനേഷൻ HBO റിയാക്ഷൻ ആണ്. HBO കണ്ടാൽ ഞങ്ങൾ പറയുന്നത് എന്താ ഉണ്ടാവുക, പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാവുക. HBO പഠിച്ചു ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് മാറ്റിയതിക്കുക റിയാക്ഷൻ. ഇതാണ് സാധനം. ഇവിടെ നിങ്ങൾ ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് അവിടെ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആന്റിമാർക്കോനിക്കും ആണ്. നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, വാട്ടർ ആഡ് ചെയ്താൽ മതി, പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, പൊട്ടിക്കുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, H+ OH- ഇവിടെ നിന്ന് OH ഇവിടെ കയറിക്കുന്നു, H ഇവിടെ കയറിക്കും. സോ ആൻസർ എന്തായിരിക്കും, ഇവിടെ CH2OH എന്ന് കിട്ടും. പ്രൈമറി ആൽക്കഹോളാ കിട്ടുള്ളൂ, സെക്കൻഡ് ആൽക്കഹോൾ കിട്ടത്തില്ല. സോ പ്രൈമറി ആൽക്കഹോളായി. ഓക്കെ അല്ലേ? ആന്റിമാർക്കോയ. ഇനി ആന്റിമാർക്ക് ആണല്ലോ യെസ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്തത് എ കിട്ടി, ഇതാണ് എ ആണ് ഇത്. ഇനി എന്ത് ചെയ്യണം, എയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, PCC ആഡ് ചെയ്യാൻ പോകും. PCC എന്താണ്, പിരിഡിനിയം ക്ലോറോക്രോം. നമ്മൾ ഓൾറെഡി പറഞ്ഞത് വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇതൊക്കെ കൃത്യമായി നിങ്ങൾ പഠിപ്പിച്ചതാണ്. ഇപ്പൊ PCC എന്താണ്, വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്.
വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആകുമ്പോൾ നമുക്കറിയാം ആൽക്കഹോൾ ഇത് പ്രൈമറി ആൽക്കഹോൾ അല്ലണം. പ്രൈമറി ആൽക്കഹോൾ ചെയ്യുമ്പോൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ചത് എനിക്ക് എന്താ കിട്ടുക? കറസ്പോണ്ടിങ് ആസിഡ് 2 ചാട്ടം ചാടും. വീക്ക് ആയതുകൊണ്ട് ഒരു ചാട്ടം ചാടിയിട്ട് ആൽഡിഹൈഡ് ഉണ്ടാവും. ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആയിരുന്നുവെങ്കിൽ എനിക്ക് ഒരു ചാട്ടം ചാടി എന്തുണ്ടാവും? കീറ്റോൺ ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചാട്ടം ചാടത്തുള്ളൂ. മാത്രമല്ല ഇത് പ്രൈമറി ആൽക്കഹോൾ ആണ്. സോ എനിക്ക് കിട്ടുന്ന ആൽഡിഹൈഡും ആയിരിക്കും. അപ്പൊ ആൽഡിഹൈഡ് ഉള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. അതായത് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൈമറി ആൽക്കഹോൾ ഉണ്ടോ എന്ന് നോക്കണം. അതായത് പ്രൈമറി ആൽക്കഹോൾ ഇത് രണ്ടുമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ആൻസറിന്റെ മെത്തേഡാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് എന്നുള്ള കാര്യം നമ്മൾ ബാക്കി രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം. ബാക്കി രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. ബാക്കി രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? സോ ഇതല്ല ആഹ് ഈ ബാക്കി രണ്ട് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഇനിയുള്ള ഓപ്ഷൻ ഇതോ ആണ് ചാൻസ്. ഇത് നമുക്കറിയാം എന്ത് ആൽഡിഹൈഡ് ഉണ്ടാവുള്ളൂ. പ്രൈമറി ആൽക്കഹോൾ. അപ്പൊ എന്താ കീറ്റോൺ. അപ്പൊ ഇതും അല്ല ആൻസർ. ആൽഡിഹൈഡ് ഉണ്ടാവുക. സോ ആൻസർ വിൽ ബി സി. നമുക്ക് സിമ്പിൾ ആണല്ലോ. ഇങ്ങനെയുള്ള നമ്മൾ ആൻസർ ചെയ്യാൻ ഓർഗാനിക് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among the following the one that give positive iodoform test upon reaction with iodine and NaOH. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാം. നമ്മുടെ നമ്മുടെ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിക് ആസിഡ് ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കയറി വന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ അയോഡോഫോം ടെസ്റ്റ് എന്നുള്ള കാര്യം നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ ജസ്റ്റ് അതിനൊരു ഐഡിയ മാത്രം തരാം. അയോഡോഫോം ടെസ്റ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയോഡോഫോം ടെസ്റ്റ് പോസിറ്റീവ് തരിക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്ന് മക്കളെ. അവിടെ സി ഡബിൾ ബോണ്ട് ഓ സി എത്ര മിഥൈൽ കീറ്റോൺ എന്ന് പറയും. ഒന്നെങ്കിൽ ആ തന്നിരിക്കുന്ന സ്ട്രക്ചറിനകത്ത് മിഥൈൽ കീറ്റോൺ ഉണ്ടോ നോക്കണം. ഇതാണ് മിഥൈൽ കീറ്റോൺ. ഈ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അയോഡോഫോം ടെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ മക്കൾ എന്ത് വേണം? അല്ലെങ്കിൽ CH3 CHOH ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ CH3 CHOH ഞാൻ ഡീറ്റെയിൽ എഴുതി കാണിച്ചു തരാം. ഒന്നെങ്കിൽ മിഥൈൽ കീറ്റോൺ വേണം, അല്ലെങ്കിൽ CH3 CHOH ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മക്കൾ എന്താണ്? അതും എന്ത് തരും മക്കളെ? അയോഡോഫോം ടെസ്റ്റ് തരും. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ CH3 CH ഇല്ല, ഇതില്ല, ഈ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ ബി നോക്കുമ്പോൾ നമ്മൾ ഫീനോൾ ഫിനൈലാണ്. ഫിനൈൽ CH3OH. ഓക്കെ, ഇവിടെ എന്ത് കാണുന്നുണ്ട് മക്കളെ? നമുക്ക് അങ്ങനെ ഒരു സാധനം കാണുന്നില്ലേ? നോക്കി എല്ലാവരും നോക്കടാ, നോക്ക് മക്കളെ. CH3CHOH ഫോം ഇല്ലേ? അപ്പൊ ഇതാണ് ആൻസർ ഉണ്ടാവും. നമ്മൾ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ എങ്ങനെ ഉണ്ടോ നോക്കാം നമുക്ക്. അടുത്ത ഓപ്ഷൻ അങ്ങനെ സംഭവം ഉണ്ടോ നോക്കി. ഇവിടെ CHOH CH3 ഇല്ല, CH2 CH3 ആണ്. അപ്പൊ ഇത് നടക്കൂല, ഇതും ഇല്ല. ഇതാണെങ്കിൽ മക്കളെ ഇതിലും ഇല്ല. അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ഉണ്ടാവും. അപ്പൊ അയോഡോഫോം ടെസ്റ്റ് തരുന്ന ആൾക്കാർ ആരൊക്കെ നമ്മളതിന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ടാവും. ആൽഡിഹൈഡ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സോ മിഥൈൽ കീറ്റോണോ നിങ്ങൾ അറിയാത്തവരെ എഴുതി വെച്ചോളൂ. മിഥൈൽ കീറ്റോൺ എന്ന് പറയുന്ന ഈ ഒരു ഫോം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇതേപോലെ CH3CHOH ഉണ്ടെങ്കിലോ ആണെന്ന് കാണിക്കുക അയോഡോഫോം ടെസ്റ്റ് ചെയ്യുക. ഈ കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇല്ല, മനസ്സിലാവുന്നില്ല? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തീർക്കാവുന്നതാണ്. ഒരു ടെൻഷനും വേണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി കറക്റ്റ് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി ഈസ് ആസ് ഫോളോസ്. നോർമൽ കേസിൽ നമ്മൾ അസിഡിറ്റി പഠിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന കാര്യമാണെന്ന് പറയും. അതായത് കമ്പയർ ചെയ്യാം നമുക്ക്. അതായത് ഫീനോളും അതേപോലെ തന്നെ ആൽക്കഹോൾ ഉണ്ടെങ്കിൽ ആരാണ് മോറാസ്റ്റിക്? ഞങ്ങൾ പറഞ്ഞ ഫീനോൾ ആണ് മോറാസ്റ്റിക്. ഇനി പിള്ളേർക്ക് അതിന് ഡൗട്ട് വരുന്ന കാര്യം, ഫീനോളും ആൽക്കഹോളും ഉണ്ട്, വാട്ടറും ഉണ്ടെന്ന് വിചാരിക്കും. വാട്ടറും ഉണ്ട്. ഇപ്പൊ ഡൗട്ടായി ആരാണ് മോറാസ്റ്റിക്. അപ്പൊ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്ത്? ഫീനോൾ ആണ് സാറേ, ഫീനോൾ ആണ് വാട്ടറിനേക്കാളും മോറാസ്റ്റിക്. വാട്ടർ ആണ് എന്ത്? ആൽക്കഹോളിനേക്കാളും മോറാസ്റ്റിക്. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി എന്റെ കയ്യിൽ ആൽക്കെയിൻ ഉണ്ട്. ആൽക്കെയിൻ അസിഡിക് ആണ്, കാരണം sp ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്നതാണ് ആൽക്കെയിൻ. ഓക്കെ, 50% എന്തുണ്ട്? ഈ പറഞ്ഞ ക്യാരക്ടർ ഒക്കെ ഉണ്ട്. ഇപ്പം അസിഡിക് ആണ്, മോർ അൾട്ടർനേറ്റീവ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആൽക്കിൻ ആൽക്കഹോളിനേക്കാൾ അസിഡിക് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കെയിൻ ലെസ് അസിഡിക് ആണ്. അപ്പൊ പിന്നുള്ളത് ഈ ഫിനോളിനേക്കാളും മോർ അസിഡിക് ആരോ വെച്ചാൽ പറയും കാർബോണിക് ആസിഡ്, അതായത് H2CO3. അത് ഫീനോളിനേക്കാൾ മോണസ്റ്റിക്. ഇയാളെക്കാൾ മോണസ്റ്റിക് ആരെ ചോദിച്ചാൽ നിങ്ങൾ എന്ത്? നിങ്ങൾക്ക് കാർബോക്സിക് ആസിഡ് HCO, നിങ്ങൾക്ക് COH CH3COH അല്ലെ, അല്ലെങ്കിൽ RCOH, ഇത് കാർബോക്സിക് ആസിഡ് ഒക്കെ എന്താണ്? ഇയാളെക്കാൾ മോണസ്റ്റിക് ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഡിഗ്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് വരിക. കാരണം H2CO3 ലെസ് ദാൻ ഫീനോൾ, പിന്നെ H2O C2H5OH C2H2. അതായത് ഫീനോളിനാണ് എന്ത്? വാട്ടറിനേക്കാൾ അസിഡിറ്റി കൂടുതൽ, പിന്നെ അതിൽ വാട്ടറിനാണ് ആൽക്കഹോളിനാണ് അസിഡിറ്റി കൂടുതൽ. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. ആൻസർ വിൽ ബി എ. മനസ്സിലായ മക്കളെ? ഈ ഒരു ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യാൻ ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തതിലെ ഇതുവരെ എല്ലാം ഓക്കെ അല്ലേ മക്കളെ? ഒരു കുഴപ്പമില്ലല്ലോ. ഫീനോൾ റിയാക്ഷൻ വിത്ത് ബ്രോമിൻ ഇൻ CS2 or a non-polar aquatic solvent furnishes. ഇവിടെ ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇവിടെ നോൺ പോളർ അക്വാട്ടിക് സോൾവന്റ് CS2 റിയാക്ഷൻ നടക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫീനോൾ എന്ന് പറയുമ്പോൾ ഇതാണ് ഫീനോൾ. ഈ ഫീനോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബ്രോമിനേഷൻ നടത്താൻ പോവാണ് ഇൻ പ്രസൻസ് CS2. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ബ്രോമിൻ വാട്ടർ ആയിരുന്നു എല്ലാവർക്കും 246 മൂന്ന് ഭാഗത്തും എന്ത് ചെയ്യും? പോയിട്ട് ആര് അറ്റാച്ച് ചെയ്യും? ബ്രോമിൻ അറ്റാച്ച് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ നടക്കുമോ? ഇല്ല. ഇവിടെ ഓർത്തോയിലോ പാരയിലോ മാത്രമേ നടക്കുള്ളൂ. സോ ഒരു ആൻസർ വിൽ ബി ഒന്നെങ്കിൽ ഓർത്തോയിൽ ബ്രോമിൻ കയറിയിരിക്കും,
അല്ലെങ്കിൽ പാരയിൽ ക്ലോറിൻ കയറിയിരിക്കും. മേജർ ഏതാ മക്കളെ? മേജർ പാരയാണ്. പാരയാണ് മേജർ. ഇതാണ് മേജർ. ഓക്കെ, ഇതാണ് മേജർ. സോ ആൻസർ വിൽ ബി ഓർത്തോ പാര ബ്രോമോഫിനോൾ. ഓർത്തോ പാര ബ്രോമോഫിനോൾ. മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? ഒരു ഡൗട്ടും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത കിടക്കാം. ദ മേജർ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഇൻ ഇന്ററാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ ഡയറക്റ്റ് ചോദ്യമാണ് മക്കളെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? എന്താണ് ഫീനോൾ? എന്താണ് ഫീനോൾ? എന്തുമായി റിയാക്ട് ചെയ്യാണ് മക്കളെ? ഫീനോൾ റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH ആണ്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ NaOHും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻ ആലോചിക്കുക. എന്താ കാർബൺ ഡൈ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. NaOHും ക്ലോറോഫോമും ആയിരുന്നെങ്കിൽ റൈമർ ടൈമേന ഇപ്പൊ സാലിസ് ആൽഡിഹൈഡ് കിട്ടുക. NaOHും CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അത് കോപ്സ് റിയാക്ഷൻ. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? നമുക്ക് എന്താ കിട്ടുക? സാലിസ് ആൽഡിഹൈഡ് കിട്ടാം. സോ സാലിസിക് ആസിഡ് കിട്ടാം. റെഡി അല്ലേ? അപ്പൊ ഇത് സാലിസിക് ആസിഡ് കിട്ടാം. കൃത്യം മനസ്സിലാക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഫീനോളിലേക്ക് നമ്മൾ NaOHും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ കോപ്സ് ആണ്. സാലിസിലിക് ആസിഡ് ആണ് കിട്ടുക. ഇനി NaOHും കാർബൺ ഡൈ ഓക്സൈഡ് H+ കൂടി ഉണ്ടാവും മക്കളെ. NaOH ക്ലോറോഫോം ആണെങ്കിലോ നമുക്ക് എന്താ കിട്ടുക? റൈമർ ടൈമർ റിയാക്ഷൻ ആണ്. അതായത് സാലിസിക് ആൽഡിഹൈഡ് കിട്ടുക. ആൽഡിഹൈഡ്. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കണം. പലപ്പോഴും അങ്ങോട്ടും കൂടി മാറി പോകാറുണ്ട്. സാലിസിലിക് ആസിഡ് ആണ് ഇവിടെ ആൻസർ. മനസ്സിലായോ? ഒരു കുഴപ്പമില്ലല്ലോ? സെറ്റ് അല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ഫീനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ആൻഡ് NaOH, ദ പ്രൊഡക്റ്റ് ഓഫ് ഫോംഡ് ഈസ്. ഇതെന്താ മക്കളെ? റൈമർ ടൈമർ റിയാക്ഷൻ ആണ്. റൈമർ ടൈമർ റിയാക്ഷൻ ആണ് മക്കളെ, അല്ലേ? അപ്പം നമുക്ക് എന്താ കിട്ടുക? പ്രൊഡക്റ്റ്. യെസ്, പ്രൊഡക്റ്റ് വിൽ ബി എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവും മക്കളെ? പറ, എന്താ ഉണ്ടാവുക? സാലിസ് ആൽഡിഹൈഡ് ആണ് ഉണ്ടാവും. എന്താണ്? സാലിസ് ആൽഡിഹൈഡ്. എന്താ? സാലിസ് ആൽഡിഹൈഡ് ആണ്. ആൻസർ വിൽ ബി സാലിസ് ആൽഡിഹൈഡ് ആണ്. റെഡി അല്ലേടാ? ഒരു കുഴപ്പമില്ലല്ലോ? എല്ലാം ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിയാജന്റ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ആസ്പിരിൻ ഫ്രം സാലിസിലിക് ആസിഡ് ആർ. അതായത് നമ്മൾ സാലിസിലിക് ആസിഡ് സാലിസിലിക് ആസിഡ് എന്താ സെച്ചർ? ഇതാണ് സാലിസിലിക് ആസിഡ്. പേര് പഠിപ്പിച്ചു ഓൾറെഡി. ഇതാണ് സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതാണ് സാലിസിലിക് ആസിഡ്. ഇവിടെ നിന്ന് എങ്ങനെ നമ്മൾ ആസ്പിരിൻ ഉണ്ടാക്കാന്ന് വെച്ചത്? അപ്പം എന്തോ ഒരു എക്സുമായിട്ട് അല്ലെങ്കിൽ എയുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി? ആസ്പിരിൻ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പം ആസ്പിരിൻ ഉണ്ടാക്കാൻ നമ്മൾ ആരാ ഉപയോഗിച്ചത് ഓർക്കണം നിങ്ങൾ. ആരാണ്? അസറ്റിക് അൺഹൈഡഡ്. ആരാണ്? അസറ്റിക് അൺഹൈഡഡ്. ഓർക്കുന്നില്ലേ നിങ്ങൾ? അസറ്റൈലേഷൻ റിയാക്ഷൻ നടത്തിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുക? ഒന്ന് കാണിച്ചേ. നിങ്ങൾ ഓർത്തിരിക്കുക. അവസാനങ്ങൾ റിയാക്ഷൻ ഒന്ന് എഴുതിക്കുക. എല്ലാവരും എന്റെ കൂടെ എഴുതിക്കുക റിയാക്ഷൻ. അതായത് നമ്മൾ ആഡ് ചെയ്യുന്നു? അസറ്റിക് അൺഹൈഡിനെ ആഡ് ചെയ്യുന്നു. CH3CO twice 4. ഓക്കെ, H+ ആഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ അസറ്റൈലേഷൻ റിയാക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ആര് മാത്രം മക്കളെ കയറി വരും? ആര് മാത്രം? ഈ CH3CO എന്ത് ചെയ്യും മക്കളെ? ഇവിടെ കയറിയിരിക്കും. ഓക്കെ, റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ? സാലിസിലിക് ആസിഡ് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കയറിയിരിക്കുമ്പോൾ റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവുക? റിയാക്ഷൻ ഇവിടെ കയറിയിരിക്കും. സോ ആൻസർ വിൽ ബി OH CO COCH3 ചോയ്സ്. റെഡി അല്ലേടാ? റെഡി അല്ലേ മക്കളെ? യെസ്. ഇതാണ് ആസ്പിരിൻ. ഇതാണ് ആസ്പിരിൻ എന്ന് പറയുന്നത്. റെഡി അല്ലേടാ? റെഡി അല്ലേ? സോറി സോറി. ആൻസർ എന്തൊക്കെ ഉണ്ടാവുക? ഇവിടെ COCH3 ആണ് ഇരിക്കുന്നുണ്ടാവുക. സോ എന്താ ആൻസർ ഉണ്ടാവുക? COCH. ഇതാണ് ആസ്പിരിൻ ഉണ്ടാവുക. റെഡി അല്ലേ മക്കളെ? കറക്റ്റ്. ഇനി മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു പ്രിപ്പയർ ഇഥൈൽ ടെർട്ടിബ്യൂട്ടിൽ ഈതർ ബൈ വില്യംസ് സിന്തസിസ് ദി റിയാക്ടന്റ് നീഡഡ് ആർ. ഇത് നല്ലൊരു ചോദ്യമാണ്. വളരെ നല്ല അടിപൊളി ചോദ്യമാണ് ഇത്. നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഗുഡ് ക്വസ്റ്റ്യൻ. നല്ല ചോദ്യമാണ്. നീറ്റ് എക്സാമിന് നമുക്ക് നീറ്റ് 2025 എക്സ്പെക്ട് ചെയ്യാൻ ചാൻസ് ചോദ്യമാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ചോദ്യത്തിന്റെ പ്രത്യേകത എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഈ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രിപ്പയർ ഇഥൈൽ ടെർട്ടിബ്യൂട്ടിൽ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് എന്തിനുണ്ടാക്കുന്നത്? ഇഥൈൽ ടെർട്ടിബ്യൂട്ടിൽ ഈതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ C2H5O ഇഥൈൽ ടെർട്ടിബ്യൂട്ടിൽ ഈതർ. അതായത് CH3 ഇത് ടെർട്ടിബ്യൂട്ടിലായി. ഇതെന്താണ്? ഇഥൈലായി. അപ്പൊ ഇഥൈൽ ടെർട്ടിബ്യൂട്ടിൽ ഈതർ ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇത് ഉണ്ടാക്കണം എനിക്ക്. അപ്പൊ ഇത് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എനിക്ക് ടെർഷറി കാർബണാറ്റം ഉള്ള ഒരു ഇഥറിനെയാണ് ഉണ്ടാക്കേണ്ടത്. ടെർഷറി കാർബണാറ്റം ഉള്ള ഇഥർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. എന്താണ് പഠിച്ചത്? സോഡിയം ഹൈഡ്രജൻ ഹാലൈഡും, അതായത് നമ്മൾ പഠിച്ചത് എന്ത് മക്കളെ? ഈ പറയുന്ന ഹൈഡ്രജൻ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡും അതേപോലെ തന്നെ സോഡിയം ആൽക്കോക്സൈഡും റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാവുക? നമുക്ക് ഇഥർ ഉണ്ടാകുന്നത്. വില്യംസ് പറഞ്ഞാണ്. വില്യംസ് ഉണ്ട്.
ഇതിൽ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എന്തെടുക്കണം? പ്രൈമറിയോ സെക്കൻഡറി ടെർഷറി എടുത്ത റിയാക്ഷൻ നടക്കത്തില്ല. അപ്പൊ എനിക്ക് ടെർഷറി ആയിട്ടുള്ള ഒരു ഇതർ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആരെ എടുക്കുന്നത്? ഈ പറയുന്ന സോഡിയം ആൽക്കോക്സൈഡ് ടെർഷറി കാർബൺ ആറ്റമുള്ള ആളെ എടുത്താൽ മതി. മറ്റാൾ പ്രൈമറി എടുത്താൽ മതി. അപ്പൊ എനിക്ക് കറസ്പോണ്ടിങ് ആൻസർ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സോഡിയം മിത്തോക്സൈഡ് എടുത്തു. ഓക്കെ ഫൈൻ. സോഡിയം ടെർട്ടി ബ്യൂട്ടോക്സൈഡ് എടുത്തു. ഇപ്പൊ രണ്ടും എന്താണ് ആൽക്കോക്സൈഡ്. അപ്പൊ എന്തില്ല കിട്ടൂല. കാരണം എന്താ? എനിക്ക് ഒരാൾ സോഡിയം ആൽക്കോക്സൈഡ് മറ്റേ ആൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ അല്ലെങ്കിൽ ആൽക്കിൽ ഹാലൈഡും വേണം. അപ്പൊ ഒന്നാം പ്രശ്നം തെറ്റാണ്. രണ്ടാമത് സോഡിയം മെത്തോക്സൈഡ് ടെർട്ടി ബ്യൂട്ടിൽ ബ്രോമൈഡ് അല്ലെ? നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ആൽക്കൈൽ ഹാലൈഡ് ഇതെടുക്കാൻ പാടില്ല, ടെർഷറി എടുക്കാൻ പാടില്ല. ബിക്കോസ് റിയാക്ഷൻ നടക്കത്തില്ല. SN2 മെക്കാനിസം ആണ്. പ്രൈമറി ആണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി റിയാക്റ്റീവ് നോക്കുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷറിക്ക് വളരെ റിയാക്റ്റീവ് കുറവും. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, സോഡിയം ടെർട്ടി ബ്യൂട്ടോക്സൈഡ്. അതായത് നമ്മൾ സോഡിയം ആൽക്കോക്സൈഡ് ടെർഷറി എടുത്തു. ഇത് ഓക്കെയാണ്. ഈതൽ ബ്രോമൈഡ്. അതെ, ബ്രോമൈഡ് എന്താണ് നമ്മൾ പിന്നെ ഇപ്പൊ ആൽക്കൈൽ ഹാലൈഡ് എന്താ എടുത്തു? പ്രൈമറി എടുത്തു. സോ ആൻസർ വിൽ ബി എന്തായാലും ഇത് തന്നെയായിരിക്കും. ഇടയിലെ മക്കളെ അതാണ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എക്സ്പ്രഷൻ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യമാണ് 12ാം ചോദ്യം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. നമ്മളറിയാം ഈ നമ്മൾ എന്ത് അനിസോൾ, അതായത് അരോമാറ്റിക് ഇതർ. അരോമാറ്റിക് ഇതറിൽ നമ്മൾ എന്ത് ചെയ്യാണ് മക്കളെ? അരോമാറ്റിക് ഇതറിലേക്ക് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന HBr ഒക്കെ ആഡ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടുള്ളൂ മക്കളെ? നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡ് റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ ഹാലൈഡ് ഇതറാണ്. അങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണെന്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പൊട്ടത്തുള്ളൂ. എന്തുണ്ടാവുള്ളൂ? നമുക്ക് ഇവിടെ ഫീനോളെ ഉണ്ടാവുള്ളൂ. എന്ത് കളിച്ചാലും എന്ത് ചെയ്താലും ഫീനോളെ ഉണ്ടാവുള്ളൂ. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും? ഫീനോൾ. ഫീനോൾ ഉണ്ടാവുക. ഓൾറെഡി പറഞ്ഞാണ് അരോമാറ്റിക് ഇതറാണെങ്കിൽ പ്രൊഡക്റ്റ് ഫീനോൾ ആയിരിക്കും. ബാക്കി വരുന്ന ഭാഗം എന്താണ്? CH3 ഈ BR കുറിച്ചത് CH3 BR പ്രൊഡക്റ്റ് ആയിട്ട് പോകും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി ആയിട്ടുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പലതരത്തിലും ചോദ്യപേപ്പർ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫീനോള് അല്ലെങ്കിൽ പറഞ്ഞ അരോമാറ്റിക് ഇതറാണെങ്കിൽ നിങ്ങൾ ഓർപ്പിച്ചോടെ പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന ഹൈഡ്രജൻ ഹാലൈഡ് ഒക്കെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും എന്തായാലും ഉണ്ടാവുള്ളൂ? അവിടെ ഫീനോൾ ഉണ്ടാവും. റെഡി അല്ലേ? ഇനി മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. നെക്സ്റ്റ് ചോദ്യം. എല്ലാവരും ഓക്കെ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? സിമ്പിൾ അല്ലേടാ? നെക്സ്റ്റ്, ടെർഷറി ബ്യൂട്ടൈൽ മീഥൈൽ ഇതർ ഓൺ ഹീറ്റിംഗ് വിത്ത് കോൺസ്റ്റന്റ് HCl ഗിവ്സ്. ഇത് നമ്മൾ ചെയ്ത് നോക്കണം മക്കളെ. സിമ്പിൾ ചോദ്യമാണ്. നല്ല ചോദ്യമാണ്. നീറ്റ് എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് നീറ്റ് 2025 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണിത്. ഓക്കെ, ചെയ്ത് നോക്കാം നമുക്ക്. ടെർട്ട് ബ്യൂട്ടൈൽ മിഥൈൽ ഇതർ. അപ്പൊ ടെർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? 4 എണ്ണം ഉണ്ട്. ടെർട്ടല്ല, ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. ടെർഷറിയുമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് CH3, CH3, CH3. 4 കാർബൺ ആറ്റം അതിൽ ബ്യൂട്ടൈൽ ആയില്ലേ? ആയി. ടെർഷറി ആയില്ലേ? ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതറാണ് മറ്റേ മിഥൈലുമാണ്. സ്ട്രക്ചർ വരച്ചല്ലോ? വരച്ചു. ഇനി എന്ത് ചെയ്യാം? നമ്മൾ HAയുമായിട്ട് ഹീറ്റ് ചെയ്യാണ്. HA. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനം ഞാൻ പഠിപ്പിച്ച ഷോർട്ട് കട്ട് ആണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഷോർട്ട് കട്ട് എന്താണെന്ന് നിങ്ങൾ നോക്കിയേ. എല്ലാവരും എന്റെ കൂടെ വന്നേ. ഞങ്ങൾ പഠിപ്പിച്ചാണ് ഈ കാര്യം. ഇവിടെ ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളെ നോക്കുക നിങ്ങൾ. ഇയാൾ എന്താണ്? പ്രൈമറി അല്ലേ? ടെർഷറി അല്ലേ? ആണ്. പ്രൈമറിയോ സെക്കൻഡറിയോ ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? ഏത് മെക്കാനിസം നോക്കണം? SN2 മെക്കാനിസം ആണ് നോക്കേണ്ടത്. പക്ഷെ ഇവിടെ എന്താ മക്കളെ? ഇവിടെ ഏത് മെക്കാനിസം ആണ്? SN1 മെക്കാനിസം അല്ലേ? കാരണം എന്താ? ഇവിടെ ടെർഷറി ആണ്. SN1 മെക്കാനിസം ആണ് ഞങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചാണ് എന്ത്? അതായത് വലിയ ആളുടെ ഹാലൈഡും ചെറിയ ആളുടെ ആൽക്കഹോളും എന്ന് വെച്ചാൽ ഇയാളുടെ ഹാലൈഡും ഇയാളുടെ ആൽക്കഹോളും. ആൻസർ എന്തായിരിക്കും വരിക? CH3OH പ്ലസ് എന്താണ് ബാക്കിയുള്ള ഭാഗം? CH3 CH3I. ഇതാണ് ആൻസർ ഉണ്ടാവും. റെഡി അല്ലേ? അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ നോക്കണം. ഇവിടെ ക്ലോറിൻ അല്ല മക്കൾ. ഇവിടെ എന്താണ്? ഇത് തെറ്റാണ്. ഇവിടെ എന്താണ്? ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഒന്നാണ്. ഇവിടെ എന്താണ്? I എന്നാ കൊടുക്കുന്നത് കേട്ടോ. ആൻസർ വിൽ ബി CH3OH ആൻഡ് CH3 thrice I. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനിസോൾ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് HNO3 ആൻഡ് കോൺസ്റ്റന്റ് സൾഫ്യൂരിക് ആസിഡ് ഗീവ്സ്. അനിസോൾ എന്ന് പറയുമ്പോൾ എന്താണ്? അനിസോൾ അരോമാറ്റിക് ഇതറാണ്. ഈ അരോമാറ്റിക് ഇതർ നമ്മൾ എന്ത് ചെയ്യാണ്? HNO3 അതുപോലെ നൈട്രജൻ മിക്സർ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഓർത്തോ ആൻഡ് ഡയറക്റ്റിംഗ് ആണ്. സോ ഓർത്തോ ആൻഡ് പാരാനൈട്രോ അനിസോൾ കിട്ടും. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൂടുതലായിട്ടൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട. ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ ആൻസർ വിൽ ബി ഓർത്തോ പാര നൈട്രോ അനിസോൾ. നൈട്രേഷൻ ആണ് ചെയ്യുന്നത്. റെഡി അല്ലേ മക്കളെ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യമാണ് നമുക്ക്. ഇന്ന് ഫോളോവിംഗ് സീക്വൻസ്. നല്ല ചോദ്യമാണ്. ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നല്ല ചോദ്യമാണ്. നീറ്റിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ചോദ്യമാണ് ഈ കാണിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. എല്ലാവരും എന്റെ കൂടെ തന്നെ ചെയ്യാം. ആൻസർ കിട്ടുന്നത് നോക്കാം. നോക്കി മക്കളെ. CH3CH2OH ഓരോന്നും ചെയ്ത് നോക്കാം. CH2OH റിയാക്ട് വിത്ത് ഫോസ്ഫറസും അയഡിനും മഗ്നീഷ്യം ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന വെച്ചാൽ ഇവിടെ മഗ്നീഷ്യം ഇതറൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇത് എന്തിനേക്കാണ് ഈ ഒരു പരിപാടി നടത്താൻ പോകുന്നത്. അപ്പൊ മഗ്നീഷ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന
OH നെ മാറ്റി ആര് കയറിയിരിക്കാം? അയഡിന് കയറിയിരിക്കാം. ഇവിടെ മഗ്നീഷ്യം ഇവിടെ കയറി നിന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഫോം ചെയ്യും? അവസാനം CH3 CH2 MgI എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഇവിടെ മഗ്നീഷ്യവും അയഡിനും ഹാലജനൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? ആ മഗ്നീഷ്യം ഹാലൈഡ് എന്ത് ചെയ്യും? അവിടെ പോയിരിക്കും. ആ പ്ലേസ് OH ന്റെ പ്ലേസ് പോയിരിക്കും. എന്നിട്ട് CH3 CH2 MgI എന്ന് പറയുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോം ചെയ്തു. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോർമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക മക്കളെ? എല്ലാവർക്കും അറിയാം എന്താ ഉണ്ടാവുക? പ്രൈമറി ആൽക്കോൾ ഉണ്ടാവും. അപ്പം പ്രൈമറി ആൽക്കോൾ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. മെക്കാനിസം ഒന്നും വരച്ച് കാണിക്കണ്ട. ഇവിടെ 2 കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പൊ 3 കാർബണിൽ പ്രൈമറി ആൽക്കോൾ. എന്താണത്? ഇതിലേക്ക് ആൻസർ ഉണ്ടാവുക 3 കാർബൺ പ്രൈമറി ആൽക്കോൾ എന്ന് പറയുമ്പോൾ നമുക്ക് CH3 CH2 CH2 OH. ഇത്രയുള്ളൂ. 3 കാർബൺ പ്രൈമറി ആൽക്കോളിന്റെ പേരെന്താ? പ്രൊപ്പൈൽ ആൽക്കോൾ അല്ലെ? സോറി, എന്താണ് വിളിക്കുക? സോറി, ഇതാണ് എൻ പ്രൊപ്പൈൽ ആൽക്കോൾ എന്ന് പറയും. എൻ പ്രൊപ്പൈൽ ആൽക്കോൾ റെഡി അല്ലേ? അല്ലെങ്കിൽ പ്രൊപ്പനോൾ. പ്രൊപ്പനോൾ അല്ലെങ്കിൽ എൻ പ്രൊപ്പൈൽ ആൽക്കോൾ എന്ന് പറയാം. ഓക്കെ. അപ്പൊ അങ്ങനെ വിളിക്കണമെങ്കിൽ പ്രൊപ്പനോൾ എന്ന് പറയാം. പ്രൊപ്പനോൾ. അപ്പൊ എന്താ ആൻസർ ഉണ്ടാവുക? യുവർ ആൻസർ വിൽ ബി എൻ പ്രൊപ്പൈൽ ആൽക്കോൾ. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്, കൂടുതലൊന്നും നിങ്ങൾ ആലോചിക്കാനില്ല. ഇനി നമുക്ക് അടുത്ത ഇതിൽ കിടക്കാം. ഇലക്ട്രോഫിൽ ഇൻവോൾവ് ദ എബോ റിയാക്ഷൻ മക്കളെ. ഈ റിയാക്ഷൻ എന്താണ്? ഇത് റൈമർ തൈമൻ അല്ലടാ? റൈമർ തൈമൻ അല്ലേ? പിന്നെ നിങ്ങൾ പഠിപ്പിച്ചല്ലടാ ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോഫിൽ ഏതാണ് ഇവിടെ? ഡൈക്ലോറോ കാർബിൻ അല്ലേ? ഡൈക്ലോറോ കാർബിൻ ആണ്. സോ ആൻസർ വിൽ ബി ഡൈക്ലോറോ കാർബിൻ. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഡൈക്ലോറോ കാർബിൻ. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? സിമ്പിൾ അല്ലേ? യെസ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ചോദ്യം മക്കളെ നോക്കിയത് വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 HBr ബാർ H2O2 gives XYZ. അതായത് നമുക്ക് ഈ ടൈപ്പ് ചോദ്യം നീറ്റിന് പ്രതീക്ഷിക്കാം. XYZ നീറ്റ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ചോദ്യമാണ് ഈ XYZ എന്നുള്ള സാധനമൊക്കെ. അപ്പൊ നമുക്ക് കൃത്യം മനസ്സിലായി. നമുക്ക് ഇവിടെ H2O2, അതായത് നമ്മുടെ എന്താ നടക്കുന്നത്? നമ്മൾ OMR2 HBO1 ഒക്കെ പഠിച്ചാൽ. അപ്പൊ ഇവിടെ HBO പ്രൈമറി ആൽക്കോൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ CH3 ആൽക്കീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? H2O2 ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുക? HBr HOH ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈമറി ആൽക്കോൾ കിട്ടും. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമുക്ക് CH3 CH2 CH2 CH2OH എന്ന് പറയുന്ന പ്രൈമറി ആൽക്കോൾ കിട്ടും. ഈ പ്രൈമറി ആൽക്കോൾ നമ്മൾ ആഡ് ചെയ്യാണ്? നമ്മൾ ഈ പറയുന്ന സോഡിയം ആൽക്കോൾ, അതായത് C2H5ON ആഡ് ചെയ്യുന്നു. ഓക്കെ. എന്ത് സംഭവിക്കപ്പെടുന്നത്? ഇവിടെ നിന്ന് NAയും OHും കൂടി ചേർന്ന് NOH ആയിട്ട് പുറത്തോട്ട് പോകും. NOH പുറത്തോട്ട് പോകും. ബാക്കിയുള്ള ആളെന്ത് ചെയ്യും? ജസ്റ്റ് ഒട്ടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ എന്ത് കിട്ടും? ആൻസർ എന്താ കിട്ടും മക്കളെ? നോക്കിയേ. ആൻസർ വിൽ ബി എന്താണ്ടാവുക? ആൻസർ വിൽ ബി CH3 CH2 CH2 CH2O C2H5 എന്ന് പറഞ്ഞാൽ ഇതർ ഉണ്ടാവും. എന്താണ്ടാവും? ഇതർ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ആൻസർ ഉണ്ടോ നോക്കിയേ. CH3 CH2 CH2. ഓക്കെ. ആൻസർ വിൽ ബി C. ആൻസർ എന്താണ്ടാവുക? C ഉണ്ടാവും കേട്ടോ. അത് ചെയ്ത് നോക്കിയാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാൻ റിയാക്ഷൻ നോക്കുക, എന്തൊക്കെ എലിമിനേറ്റ് ചെയ്ത് പോകാണ്ട് നോക്കുക, ജസ്റ്റ് എലിമിനേറ്റ് ചെയ്യിപ്പിക്കുക. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ അടുത്ത ദിവസം നോക്കിക്കുക എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ് ചോദ്യം. എല്ലാവരും നോക്കണേ. The correct IUPAC name of the organic compound. ഓക്കെ, ഇത് IUPAC ആണ്. നമ്മൾ നെയിമിംഗ് ബന്ധപ്പെട്ട ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഭാഗമാണ് നെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏറ്റവും മിനിമം നമ്പർ ഫംഗ്ഷൻ ഗ്രൂപ്പ് കിട്ടുന്ന രൂപത്തിലായിരിക്കും നമ്മൾ നെയിം ചെയ്യേണ്ടത്. സോ 1 2 3 4 5. സോ ഒന്നിൽ ആൽക്കഹോൾ ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്. ഒന്നിലും അതേപോലെ 3ലും എന്തുണ്ട്? മിഥൈലുണ്ട്, 4 ക്ലോറിൻ ഉണ്ട്. സോ 4 ക്ലോറോ 1,3 ഡൈമിഥൈൽ പെന്റാൻ 1 എന്ന വേണ്ടത് ഇവിടെ 2 3 എന്നാണ്. സോ 1 3 ആക്കുക. ഇതാണ് ആൻസർ ഉണ്ടാവും. ഓക്കെ, ഇത്രയുള്ള സിമ്പിൾ ആയ ചോദ്യമാണ്. അതുകൊണ്ട് അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following compound has lowest boiling point? ഇത് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കാരണം ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് എപ്പോഴാണ് മക്കളെ കുറയുക? ബോയിലിംഗ് പോയിന്റ് കുറയുക എന്ന് പറയുന്നത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിൽ എന്താണ്? ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ബ്രാഞ്ചിങ് ആണ്. ബ്രാഞ്ചിങ് കൂടുമ്പോൾ മക്കൾ എന്താണ്? ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പൊ N ബ്യൂട്ടിൽ ആൽക്കോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ആണ് അല്ലെ? 4 കാർബൺ ആറ്റമുള്ള ഡയറക്റ്റ് ചെയിൻ ആണ്. ഐസോബ്യൂട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ഐസോബ്യൂട്ടിൽ എന്ന് പറയുമ്പോൾ CH3 CH OH CH3 ഐസോബ്യൂട്ടിൽ ആൽക്കോൾ എന്നാണ്. അപ്പം ഇങ്ങനെ ഉണ്ടാവും ഐസോബ്യൂട്ടിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ മക്കൾ നമ്മൾ ടെർട്ടി ബ്യൂട്ടിൽ ആൽക്കോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാഞ്ചിങ് കൂടി. ടെർട്ടി ബ്യൂട്ടിൽ ആൽക്കോൾ എന്ന് പറയുമ്പോൾ മൊത്തം ബ്രാഞ്ച്, ഫുൾ ബ്രാഞ്ച്, മൊത്തം ബ്രാഞ്ച്. അപ്പം ഇതിനാണ് എന്തുണ്ടാവും? കൂടുതൽ ബ്രാഞ്ചിങ്. സോ ബ്രാഞ്ചിങ് കൂടുമ്പോൾ എന്ത് ചെയ്യും മക്കളെ? സ്വാഭാവികമായിട്ടും അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയും. സോ ആൻസർ വിൽ ബി എന്തായിരിക്കും? ഓപ്ഷൻ C ആണ് ആൻസർ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 20. വിച്ച് ആർ ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് അസിഡിക് കോമ്പൗണ്ട്? ഇത് നമ്മൾ ഓൾറെഡി കുറെ വട്ടം പറഞ്ഞാണ്. നമ്മുടെ -M ഗ്രൂപ്പിലോ -A ഗ്രൂപ്പിലൊക്കെ വരുമ്പോൾ അസിഡിറ്റി എന്ത് ചെയ്യും? കൂടുന്നുണ്ട്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ C ആയിരിക്കും. കാരണം ഇവിടെ NO2 എന്ന് പറയുന്നത് -Aയിലെ -M ഗ്രൂപ്പ് ആണ്. സോ -M ഗ്രൂപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അതിന്റെ അസിഡിറ്റി എന്ത് ചെയ്യും? വല്ലാതെ കൂടുതലായിരിക്കും കമ്പയർ ടു ഇത്ര ഓപ്ഷൻസ്. റെഡി അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 21. ലൂക്കാസ് ലെജിൻ ഈസ് ഈക്വൽ സൊല്യൂഷൻ ഓഫ് എന്താണ്? അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും ഇതുപോലെ കോൺസ്റ്റന്റ് HCl-മാണ് എന്ത് ലൂക്കാസ് ലെജിൻ എന്ന് പറയുന്നത്. സോ ആൻസർ എന്തായിരിക്കും? സോ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് അല്ല, അൺഹൈഡ്രസ് ZnCl2. അൺഹൈഡ്രസ് ZnCl2 അതേപോലെ തന്നെ കോൺസ്റ്റന്റ് HCl-മാണ് എന്ത് ലൂക്കാസ് ലെജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ ഓപ്ഷൻ നോക്കിയാൽ മക്കളെ.
യെസ്, കോൺസെൻട്രേറ്റർ HCl ആൻഡ് അൺഹൈഡ്രേറ്റഡ് HCl. The answer will be ഓപ്ഷൻ സി എന്നാണ് വരും. ഇതിലെ മക്കളെ സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ലൂക്കാസ് റിയാജനിൽ ലൂക്കാസ് ടെസ്റ്റിൽ ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആരാണ്? ടെർഷറി ആണ്. ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറിക്ക് എന്തില്ല റിയാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ഈ ബോയിലിംഗ് പോയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞിരുന്നു? ബോയിലിംഗ് പോയിന്റ് പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു മക്കളെ? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഒന്ന് ഹൈഡ്രജൻ ബോണ്ടിങ് പറയാം. അതേപോലെ തന്നെ പ്രൊപ്പോർഷണൽ എന്താണ്? മാസ്. അതേപോലെ തന്നെ ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ എന്താണ്? ബ്രാഞ്ചിങ് അല്ലെ? ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ബ്രാഞ്ചിങ് ആണ്. ബ്രാഞ്ച് കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ബോയിലിംഗ് പോയിന്റ് കുറയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് പെന്റനാലാണ്. പെന്റനാൽ എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. അതേപോലെ പെന്റനോൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ. എൻ പെന്റൈൻ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കൈൻ. എത്തോക്സി എന്ന് പറയുന്നത് ഇതറ. അപ്പൊ ഇതിന്റെ അകത്ത് ആൽക്കഹോളും ആൽഡിഹൈഡും ആൽക്കൈനും അതേപോലെ തന്നെ ഇതറും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് മക്കളെ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുതൽ? ഇവരൊക്കെ ഒരേ മാസമുള്ള, ഓൾമോസ്റ്റ് സിമിലർ മാസമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് മാസ് കൂടിയെന്ന് കരുതിയിട്ട് നമുക്ക് ബോയിലിംഗ് പോയിന്റുമായി കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല. പകരം ഇവിടെ ഉള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് നോക്കിയിട്ട് വേണം നമ്മൾ ബോയിലിംഗ് പോയിന്റ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ആൽക്കഹോളിനാണെന്നുള്ളത് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവാൻ ആൽക്കഹോളിനാണ്. സോ ആൻസർ വിൽ ബി എന്താണ്? സ്ട്രോങ്സ്റ്റ് ആയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ആൽക്കഹോൾ ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. റെഡിയല്ലേ മക്കളെ? ഓപ്ഷൻ ബി ആണ് നമ്മളെ ആൻസർ ആയിട്ട് വരുന്നത്. റെഡി അല്ലേ? പെന്റൻ ആണ് ആൻസർ ആയിട്ട് വരും. റെഡി. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനെ കിടക്കാം. ഇത് ഫോളോയിങ് വിൽ നോട്ട് ബി സോലബിൾ ഇൻ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഇവിടെ ചോദ്യത്തിൽ പ്രത്യേകത എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് സോലബിൾ ആവാത്ത വെച്ചാൽ ഇവിടെ ഇതും ഇന്റർമോളിക്കുലർ ഫോഴ്സ് വെച്ചുള്ള കാര്യമാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ ഓപ്ഷനിലൊക്കെ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് പിന്നെ പാരാനൈട്രോഫിനോടും അല്ലെങ്കിൽ സോറി പാരയല്ല, നമ്മുടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അതേപോലെ തന്നെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകും. അങ്ങനെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണുന്നത് നല്ല സോലബിൾ ആയിരിക്കും. ഇൻട്രാ ആകുമ്പോൾ സോലിബിലിറ്റി കുറച്ച് കുറയും. സോ കമ്പാരിറ്റീവ്ലി ഇവിടെ ഇൻട്ര കാണുന്ന ഒരാളാണ് ഓർത്തോ നൈട്രോഫിനോട്, ഇയാൾക്ക് സോലിബിലിറ്റി കുറവായിരിക്കും. സോ എന്താണ് ആൻസർ? സി ആണ് വരും. ഓക്കെ അല്ലേ മക്കളെ? അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിനോൾ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് കോൺസ്റ്റന്റ് HNO3 ഗീവ്സ്. ഇവിടെ ഫിനോൾ എന്ത് ചെയ്യാണ്? കോൺസെൻട്രേറ്റഡ് ആയിട്ട് HNO3 ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഡയനോഡ് HNO3 ആണെങ്കിൽ ഓട്ടോയോ പാരോ കിട്ടും. പക്ഷേ കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ എന്താ കിട്ടും മക്കളെ? 246 കിട്ടും. 246 ട്രൈ നൈട്രോഫിനോൾ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേടാ? നമ്മുടെ സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിയാക്ഷൻ ഓഫ് പ്രൊപ്പീൻ വിത്ത് ഡൈബോറൈൻ ഫോളോഡ് ബൈ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഗീവ്സ്. അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ്? HBO ആണ് അല്ലെ? ഹൈഡ്രോബോഷൻ ഓക്സിജൻ റിയാക്ഷൻ ആണ്. നമുക്കറിയാം പ്രൈമറി ആൽക്കഹോൾ ആണ് കിട്ടുക. ഓക്കെ, അപ്പം പ്രൊപ്പീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? പ്രൊപ്പനോൾ കിട്ടും. ഓക്കെ, 1 പ്രൊപ്പനോൾ ആണ് ആൻസർ ആയിട്ട് കിട്ടുക. സംഭവം സിമ്പിൾ അല്ലേടാ? സിമ്പിൾ. CH3 CH2 CH2OH എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കൂടുതലൊന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്. പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കഹോൾ ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ ഏതാണ്? ലൂക്കാസ് ടെസ്റ്റ് ആണ്. റെഡി അല്ലേ? റെഡിയാണ്. നെക്സ്റ്റ്. കോമ്പൗണ്ട് വിച്ച് ഗീവ്സ് ടർബിഡിറ്റി ഇമ്മീഡിയറ്റ്ലി വിത്ത് ലൂക്കാസ് റിയാക്ഷൻ അറ്റ് റൂം ടെമ്പറേച്ചർ ഈസ്. നിങ്ങൾ എല്ലാവരും പഠിച്ച കാര്യമാണ്. റൂം ടെമ്പറേച്ചർ ടർബിഡിറ്റി തരുന്ന ആരാണ് മക്കളെ? ടെർഷറി ആൽക്കഹോൾ ആണ്. സോ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ടർബിഡിറ്റി തരുന്ന ആരാണെന്ന് വെച്ചാൽ അത് ടെർഷറി ആൽക്കഹോൾ ആണ്. ഒരു 5 മിനിറ്റ്സ് ശേഷം തരുന്നത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. അങ്ങനെ ചോദിക്കുന്നത് സെക്കൻഡറി ആണ്. ഇവിടെ ആൻസർ ഏതാണ്? 2 പ്രൊപ്പാൻ ടൂൾ ആണ് ഇവിടെ ടെർഷറി ആൽക്കഹോൾ ആയിട്ട് വരുന്നത്. ആൻസർ വിൽ ബി ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വില്യാംസ് സിന്തസിസ് ഓഫ് പ്രിപ്പയറിംഗ് ഡൈമെഥൈൽ ഈതർ ഈസ് എൻ വില്യാംസ് സിന്തസിസിനെ പറ്റി ഞാൻ കൃത്യമായി നിങ്ങൾ നോട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായി പറയുന്നത് എന്താണത്? അത് SN2 റിയാക്ഷൻ ആണ്. എന്താണ്? SN2 റിയാക്ഷൻ ആണ്. SN2 ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. SN2 മെക്കാനിസം ആണ്. അപ്പം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. ഇതാണ് റിയാക്ടിന്റെ ഓർഡർ. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടല്ലോ? യെസ്. SN1 ആയിരുന്നെങ്കിൽ അവിടെ കാർബോകാറ്റോൺ ആണ് വരിക. ആ ഒരു മെത്തേഡ് മാറും. ടെർഷറി ആണ് മോർ സ്റ്റേബിൾ ആവും, മോർ റിയാക്റ്റീവ് ആവും. ഓക്കെ, മോർ റിയാക്റ്റീവ് ആവും. റെഡി? അപ്പൊ ഇതാണ് ആൻസർ ഉണ്ടാവും. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൊപ്പനോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ഫ്രം പ്രൊപ്പീൻ ബൈ. പ്രൊപ്പനോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ അല്ലേടാ? പ്രൈമറി ആൽക്കഹോൾ പ്രൊപ്പീൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 2 പരിപാടികൾ അറിയാം. സാധാരണ നമ്മൾ HBO1 എന്ന് പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അത് വെച്ച് ആൻസർ കിട്ടും. ഇനി പ്രൊപ്പീനിൽ നിന്നും ആൽക്കഹോൾ ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യുന്ന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന്? ഹൈഡ്രോളിസിസ് ആണ്. അത് പ്രൈമറി കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല, സുഖം കിട്ടാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. അവിടെ പ്രൈമറി ആൽക്കഹോൾ മാത്രമേ കിട്ടുള്ളൂ. സോ ആൻസർ എന്തായാലും എന്താണ്? നമുക്ക് പിന്നെ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ ആൻസർ വിൽ ബി V2H6 ഫോളോഡ് ബൈ H2O2 എന്നാണ് ആൻസർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഡയറക്റ്റ് ആയിട്ട് ചോദ്യമാണ്. നമുക്ക് കൂടുതലായിട്ടൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നില്ല. ഇതാണെന്ത്? മെർക്കുറി അസെറ്റ് എന്ന് പറയുന്നത് ഓക്സി മെർക്കുറസ് റിയാക്ഷൻ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? സെക്കൻഡറി ആൽക്കഹോൾ ആണ് കേട്ടോ. സെക്കൻഡറി ആൽക്കഹോൾ ആണ് ഇവിടെ കിട്ടുന്നത്. റെഡി? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ 30. The vapor of which one of the following alcohol is passed over heat copper at 573 Kelvin will produce an alkene. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇവിടെ ആൽക്കീൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു കോപ്പർ അറ്റ് 573 കെൽവിൻ. കോപ്പർ 573 കെൽവിൻ ആണെങ്കിൽ നമ്മൾ പ്രൈമറി ആൽക്കഹോൾ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം എന്തുണ്ടാകും? ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ ആണ്. അപ്പൊ എന്തുണ്ടാവും മക്കളെ? നമുക്ക് ആൽഡിഹൈഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ കിട്ടും. ടെർഷറി ആൽക്കഹോൾ ആണ് നമുക്ക് ആൽക്കീന കിട്ടുക. നമ്മൾ പഠിപ്പിച്ചാണ് ഓൾറെഡി. അപ്പൊ ആൻസർ എന്താണ്? ടെർഷറി ആൽക്കഹോൾ ആയിരിക്കും. അങ്ങനെ ഓപ്ഷൻ ഉള്ളത് 2 പ്രൊപ്പാൻ ടൂൾ ആണ്.
അപ്പൊ ഇന്ന് ഇത്രയും ചെയ്തതോടുകൂടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റുകളും കണക്ട് ചെയ്ത രൂപത്തിലെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി സമയമുണ്ട്, ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് നീറ്റ് എക്സാമിന് പഠിക്കുക. ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഓരോ സമയം നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക, തിയറി കോൺസെപ്റ്റ് പക്കയാണെങ്കിൽ ഷാർപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഈ കണക്റ്റഡ് ചോദ്യം, എ ബി സി ടൈപ്പ് ചോദ്യം, എക്സ് വൈ സെറ്റ് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളൊക്കെ മാക്സിമം ചെയ്യുക. ചാപ്റ്റർ വൈസ് കണക്ട് ചെയ്ത ചോദ്യങ്ങൾ ഉണ്ടാകും, ആൽഡിഹൈഡിൽ അതുപോലെ ആൽക്കഹോളിൽ കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ നല്ലോണം പഠിക്കുക, അടിപൊളിയാക്കുക, മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക, ഉഷാറാക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.